നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതായത് ഫ്രീ SMC സെഷൻ എന്നുള്ളതിൻ്റെ ടെക്നിക്കലി അവസാനത്തെ ടോപ്പിക്കാണിത്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. സാറേ, അപ്പോൾ ഒരു പറഞ്ഞു ചോദിച്ചോട്ടെ? പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലേക്കുള്ള ഇതല്ലേ നോക്കിയത്? ഓ, ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡ് അല്ലായിരുന്നു നമ്മൾ ചെയ്തത്? ഡൗൺ ഹയർ ട്രെൻഡിൽ ടൈം നിന്ന് അപ് ഫ്രെയിമിൽ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് അല്ലായിരുന്നോ? അല്ല. ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡിൽ നിന്ന് നമുക്ക് ആ, MSI ഇട്ട് എന്തായിക്കോട്ടെ, പറഞ്ഞോ ബ്രോ, പറഞ്ഞോ. ഡൗൺ ട്രെൻഡ് ആണ് വന്നത്. നമുക്കിത് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു ചെയ്യാമോ? നമുക്ക് ചെയ്യാം. പിന്നെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംശയമുള്ള ആൾ ചോദിക്കാനുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് റെക്കോർഡിംഗ് കാണുന്നവർക്കും ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. കാരണം വളരെ ഉം. ഈ ടോപ്പിക്കിൽ എന്താണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് എന്താണോ അതിൽ ഉൾപ്പെടുത്തുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതും ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അതായിരിക്കും നിങ്ങൾക്ക് സുഖം, എനിക്ക് സുഖം. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ അതിന് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ ഈ സെഷന്റെ ഫസ്റ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ ആയാലും മതി. ഉം, നമ്മള് ഇപ്പൊ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, സ്വന്തം ചെയ്യുമ്പോഴാണല്ലോ ഡൗട്ട് വരുന്നത്. ഉം, ഈ ഉം, ഉം, ഏതെങ്കിലും ഒരു കറൻസി പെയർ എടുത്തിട്ട് ഇപ്പോ ഉം. ഇപ്പൊ ലാസ്റ്റ് പൊസിഷൻ അത് എങ്ങനെയാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കി ചെക്ക് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാൻ പറ്റും? അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കറൻസി പെയറിന്റെ ഇപ്പൊ ഉം. ലാസ്റ്റ് നിൽക്കുന്ന സ്റ്റേജ്, അപ്പൊ അതിന്റെ അതായത് ഇടയിൽ ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഫൈൻ. ഇടയിൽ നമ്മളെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിൽ മനസ്സിലായി, കിടക്കും. മനസ്സിലായി, അതിന്റെ മനസ്സിലായി. ഏതാ ട്രെൻഡ് അപ്പിലെ പോയത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ മനസ്സിലായി, ചിന്തിച്ചാലേ നമ്മൾ അതും കൂടി വെച്ചിട്ട് ചിന്തിക്കണുള്ളൂ. അത് ഞങ്ങളെ കാര്യമായിട്ട് പറയുന്നത്, എന്റെ കാര്യമാണ് മനസ്സിലായി, സ്റ്റുഡന്റ് എന്നുള്ളതൊക്കെ പറയുന്നത്. മനസ്സിലായി, മനസ്സിലായി. അപ്പൊ ഒരു ലാസ്റ്റ് ഒരു പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട്, മനസ്സിലാവുന്നില്ല. ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം. ആ, ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷന് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമയം തരിക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സംശയം ചോദിക്കാം. നിങ്ങൾ എല്ലാവരുടെ സംശയത്തിനും ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുള്ളൂ. ഓക്കെ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ആദ്യം ടോപ്പിക്ക് മൊത്തം കേൾക്കുക. ആ ടോപ്പിക്ക് മൊത്തം കേട്ടതിന് ശേഷം കാര്യങ്ങളിലേക്ക് വരിക. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലൈവ് കാണുന്നവരും കുഴപ്പമില്ല, റെക്കോർഡിംഗ് കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്, കഴിഞ്ഞ ക്ലാസ് പോലെ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ നമ്മൾ സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണണ്ടല്ലോ? ഓ, ഓക്കെ. ആദ്യമേ ഒരു പാത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നരേറ്റീവ് ചെയ്യുന്നു. ഹയർ ടൈം ഫ്രെയിമിൽ നരേറ്റീവ് ചെയ്തതിന് ശേഷം അതിലെ ലോവർ ടൈം ഫ്രെയിമിൽ കൊണ്ടുവന്ന് എക്സിക്യൂഷൻ ചെയ്യുന്നു. ഇതാണല്ലോ സിമ്പിളി പറഞ്ഞാൽ ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഹയർ ടൈം ഫ്രെയിമിന്റെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഹയർ ടൈം ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളാണ്. നിങ്ങൾക്കറിയാം, വീക്കിലി, അതേപോലെ തന്നെ ഡെയിലി, 4 അവർ. ഈ 3 ടൈം ഫ്രെയിംസ് ആണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിംസ് ആയിട്ട് നമ്മൾ എന്ത് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിംസ് ആയിട്ട് നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് 15 മിനിറ്റ്, അതേപോലെ തന്നെ 5 മിനിറ്റ്, അത് 3 മിനിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 1 മിനിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം ടൈം ഫ്രെയിംസ് ആണ് ലോവർ ടൈം ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. ഈ 1 അവറിനെ HTF ഇടണോ LTF ഇടണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ അതിനെ കാണുക. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും എപ്പോഴും ഒരു ട്രെൻഡ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഞാൻ എപ്പോഴും പൊതുവെ പറയാറുണ്ട്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നുള്ളതാണ് ഞാൻ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഫ്രണ്ടിനെ എന്ത് ചെയ്യാൻ പാടില്ല? ചതിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളൊരു ട്രെൻഡ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആണോ, ഒരു ഡൗൺ ട്രെൻഡ് ആണോ, ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണോ, എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഈ 3 തരത്തിലെ മാർക്കറ്റ് ഓടുള്ളൂ. അപ്പോൾ അപ് ട്രെൻഡ് ആണെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിലും നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സൈഡ് വേസ് ആണെങ്കിൽ നമ്മൾ മാറി നിൽക്കണം എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ എന്താണ് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എപ്പോഴും എന്ത് ടൈം ഫ്രെയിമിലായിരിക്കണം? ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഇപ്പോൾ വീക്കിലിയും ഡെയിലിയും, ഈ വീക്കിലിയും ഡെയിലിയും ടൈം ഫ്രെയിം മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണ്, അതായത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണോ, എന്ത് മാർക്കറ്റോ ആയിക്കോട്ടെ, അത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ട് ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വീക്കിലിയോ ഡെയിലിയോ ടൈം ഫ്രെയിംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. വീക്കിലിയോ ഡെയിലിയോ ടൈം ഫ്രെയിംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പം ഞാൻ ഈ വീക്കിലി ഡെയിലി ടൈം ഫ്രെയിംസ് നോക്കി അതിൻ്റെ ട്രെൻഡ് ഞാൻ വീക്കിലി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സെല്ലാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി. സെല്ലാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്ത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം നോക്കേണ്ടത്? സെല്ലാണോ ബൈ ആണോ?
ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? കേൾക്കണ്ടല്ലോ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എപ്പോഴും ഒരു ട്രെൻഡ് മനസ്സിലാക്കേണ്ടത് ഏത് ടൈം ഫ്രെയിമിലാണ്. ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണ്, ഒരു അപ് ട്രെൻഡ് എന്താണ്, ഒരു ഡൗൺ ട്രെൻഡ് എന്താണ്, ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വീക്കിലി നമുക്ക് നോക്കാം, ഡെയിലി, 4 അവർ, ഇതൊക്കെയാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമായിട്ട് ചൂസ് ചെയ്യുന്നത്. 1 അവർ അവിടെ നിൽക്കട്ടെ. ലോവർ ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? 50 മിനിറ്റ്, 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് എന്നുള്ളതൊക്കെയാണ് ലോവർ ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണത്. എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ ഈ 1 അവറിനെ ഹയർ ടൈം ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യണോ അതല്ലെങ്കിൽ 1 അവറിനെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാത്രമാണ്. നിങ്ങൾക്ക് 1 അവറിനെ വേണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യാം, 1 അവറിനെ വേണമെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യാം. അത് നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് കൺവീനിയൻറ്റ് അതിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പോൾ ജനറലി നമ്മൾ ഹയർ ടൈം ഫ്രെയിം ടൈംസ് ആയിട്ട് എടുക്കുന്നത് വീക്കിലി, ഡെയിലി, 4 അവർ എന്നുള്ളതും ലോവർ ടൈം ഫ്രെയിം ആയിട്ട് 15 മിനിറ്റ്, 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് എന്നുള്ളതാണ് നമ്മൾ പൊതുവേ എടുക്കാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു ട്രെൻഡിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ട്രെൻഡാണ്, ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ സൈഡ് വേസ് എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യേണ്ടത് ഹയർ ടൈം ഫ്രെയിമിലാണ്. ആ ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ നിങ്ങൾ കൂടുതലും സമയം നോക്കേണ്ടത് വീക്കിലിയോ ഡെയിലിയോ ടൈം ഫ്രെയിമിലായിരിക്കണം. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ് ക്ലിയർ ആയോ? ഒരു ട്രെൻഡിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കേണ്ടത് വീക്കിലിയോ ഡെയിലിയോ ടൈം ഫ്രെയിംസ് നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റ് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് എന്ത് ചെയ്യേണ്ടത്, ഒരു ഫൈനൽ ഇതിലേക്ക് നിങ്ങൾ എത്തേണ്ടത്. ക്ലിയർ അല്ല? എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഇവിടെ ചെറിയ നെറ്റ് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ചോദിക്കണം. യെസ്, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ സാർ ചെക്ക് ലിസ്റ്റ് ആണോ പറയുന്നത്? ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് പറയണത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ട്രെൻഡ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ ട്രെൻഡ് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ടത് വീക്കിലിയോ ഡെയിലിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വീക്കിലി ഡെയിലി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് എന്ന് മനസ്സിലായി. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണെന്ന് മനസ്സിലായി. ഓക്കെ, ഡൗൺ ട്രെൻഡിലാണെന്ന് മനസ്സിലായി. ഇങ്ങനത്തെ ഒരു രൂപത്തിലാണെന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീലിംഗ് റേഞ്ച് ആയിട്ട് നമ്മൾ ഇവിടെ വരയ്ക്കും. വീക്കിലിയിൽ ഇതൊരു സിംഗ് ഐ ആയിട്ടും ഇതൊരു സിംഗ് ലോ ആയിട്ടും നമ്മൾ വരയ്ക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു പ്രീമിയത്തിന് മുകളിലായിട്ട് എനിക്കിവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്. അപ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കുന്നത് എഫ് ഇ ജിയിൽ വന്നിട്ടുള്ള സെല്ലാണ്. അപ്പോൾ മാർക്കറ്റ് കറന്റ് ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഈ വീക്കിലിയോ ഡെയിലിക്കോ താഴെ വന്നിട്ടുള്ള ടൈം ഫ്രെയിം, അതായത് 4 അവറിൽ എന്തെങ്കിലും ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു ഈ ഒരു ഡിസ്കൗണ്ട് വരെ, അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയം വരെയുള്ള ബൈ ഓപ്പർച്യൂണിറ്റികൾക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇതങ്ങനെ നോക്കാൻ കാരണം എന്തായാലും ഒരു വീക്കിലിയിൽ നമ്മൾ ഡൗൺ ട്രെൻഡാന്ന് മനസ്സിലാക്കി. ഇപ്പോൾ വീക്കിലിയുടെ സിംഗ് ഐയും വരച്ചു, സിംഗ് ലോയും വരച്ചു. മാർക്കറ്റ് എന്തായാലും അടുത്തൊരു മൂവ്മെന്റ് വരണമെങ്കിൽ മാർക്കറ്റ് പ്രീമിയത്തിൽ കയറി വാലിഡ് ആയിട്ടുള്ള കീ ലെവൽ ടാപ്പ് ചെയ്തതിന് ശേഷം ആയിരിക്കാം അടുത്തൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കിയപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ കറന്റ് ഈ ഒരു വീക്കിലെ ഡീലിംഗ് റേഞ്ചിന്റെ ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്തായാലും ഒരു പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു ഏരിയ വരെയുള്ള എന്ത് നമുക്ക് നോക്കാവുന്നതാണ്, വേണമെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അതെ. ഓക്കെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കീ ലെവൽ പ്ലോട്ട് ചെയ്യണം. വ്യക്തമായിട്ടുള്ള കീ ലെവൽ പ്ലോട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച വെച്ചിട്ട് എഫ് ഇ ജി, ഓർഡർ ബ്ലോക്ക്, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കീ ലെവലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നത്. ഒരു കീ ലെവലൂടെ ഞാൻ പറഞ്ഞു തരാം, ഈ ക്ലാസ്സിന് ശേഷം പറഞ്ഞുതരാം. എഫ് ഇ ജി, ഓർഡർ ബ്ലോക്ക് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു കീ ലെവൽ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോ ചെയ്യുന്നു. അത് ഡ്രോ ചെയ്യേണ്ടത് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെയിലിയിൽ പ്ലോട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4 അവറിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഡെയിലിയിലും 4 അവറിലുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കീ ലെവലിൽ എന്ത് ചെയ്യേണ്ടത്? ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഡെയിലിയിലോ 4 അവറിലോ നിങ്ങൾ കീ ലെവൽ പ്ലോട്ട് ചെയ്തു. ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡിനെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ ട്രെൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ ഡീലിംഗ് റേഞ്ച് ഒക്കെ വീക്കിലിൽ ഡെയിലിയിലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് അതിനുശേഷം കീ ലെവൽ ഞാൻ പ്ലോട്ട് ചെയ്തു. എന്താണോ എൻ്റെ ട്രെൻഡിനെ ആസ്പദമാക്കിയിട്ടുള്ള കീ ലെവൽസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. ഓക്കെ. ആ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ എഫ് ഇ ജി, ഓർഡർ ബ്ലോക്സും എല്ലാം തന്നെ ഞാൻ മാർക്ക് ചെയ്തു. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ മാർക്ക് ചെയ്തു. അത് മാർക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും നോക്കി. അതിനുശേഷം എന്താണ് നമ്മൾ നോക്കേണ്ടത്? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂഷനാണ്. അതായത് മാർക്കറ്റിൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അതിന് എൻട്രി എടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് നിങ്ങൾ കറന്റ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് 50 മിനിറ്റും 5 മിനിറ്റ്സും ആണ്.
അതിന് താഴോട്ടുള്ള ടൈം ഫ്രെയിംസ് ഒന്നും തന്നെ നിങ്ങൾ കറന്റ് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ ഇത്ര ഓക്കെ പോയിന്റ് ക്ലിയർ ആണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? സാറ് 15 മിനിറ്റിൽ നോക്കിയതിന് ശേഷം 5 മിനിറ്റ് എൻട്രി എടുക്കാന്നാണോ? അങ്ങനെയല്ല. അതായത് നിങ്ങൾ ഒരു കീ ലെവല് 4 അവറിലാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 4 അവറിന്റെ ഒരു FPGO അതല്ല എങ്കിൽ 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്കോ ആണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് MS കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമല്ലോ, അതെല്ലാം നിങ്ങൾ നോക്കേണ്ടത് 15 മിനിറ്റിൽ ആയിരിക്കണം. ഓക്കെ. ഒരു 4 അവറിന്റെ FPGO ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത്, അത് ലോവർ ടൈം ഫ്രെയിമിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത്, വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആയിരിക്കണം. അതായത് 4 അവർ 15 മിനിറ്റ്. ഇനി അതല്ല, ഡെയിലിയിലാണ് നിങ്ങൾ ഒരു കീ ലെവൽ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഡെയിലിയുടെ FPGO അതല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കീ ലെവലോ ആയിക്കോട്ടെ, എന്തെങ്കിലും കീ ലെവൽ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു LTF ടൈം ഫ്രെയിം ആയിട്ട് എടുക്കേണ്ടത് 15 മിനിറ്റ് അല്ല 1 അവർ ആണ്. ക്ലിയർ ആയോ? ഇനി അതല്ല, നിങ്ങൾ 1 അവറിന്റെ ഒരു കീ ലെവലാണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ, 1 അവറിന്റെ FPGO ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ഒരു കീ ലെവലാണ് നിങ്ങൾ ഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ്. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ തുടക്ക സമയത്ത് പോവേണ്ടത്. ഓക്കെ ആണോ? ഒരു 4 അവറിന്റെ കീ ലെവലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു കൺഫർമേഷൻ നോക്കേണ്ടത് 15 മിനിറ്റിലാണ്. ഡെയിലിയുടെ ഒരു കീ ലെവലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ട കൺഫർമേഷൻ നോക്കേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 അവർ ആണ്. 1 അവറിന്റെ കീ ലെവലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ നോക്കേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്ത് ടൈം ഫ്രെയിം ആണ്? 5 മിനിറ്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്കിപ്പം വീക്ക്ലി ഡൗൺ ട്രെൻഡും ഡെയിലി അപ് ട്രെൻഡും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി ഒരു ട്രെൻഡ് അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും ഏതാണ് ഹയർ ടൈം ഫ്രെയിമിന്റെ ഏത് ട്രെൻഡ് ആണോ ഉള്ളത് ആ ട്രെൻഡ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സാർ ഈ സ്ട്രക്ചർ ഇതിലാ നോക്കണ്ടേ? ഡെയിലിയിലാണോ? വീക്കിലിയിലും ഡെയിലിയിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഈ ഒരു ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കാം. അത് കറണ്ട് നിൽക്കുന്ന ഒരു ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ആദ്യം നമ്മൾ നോക്കി തുടങ്ങേണ്ടത് മാർക്കറ്റിന്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി തുടങ്ങേണ്ടത് വീക്കിലിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. വീക്കിലിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. വീക്കിലിയിലും ഡെയിലിയിലുമാണ് ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീക്കിലിയിലും ഡെയിലിയിലുമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സ്റ്റെപ്പ് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ സ്ക്രീനെല്ലാം കാണണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് എന്നുള്ള രൂപത്തിലായിരുന്നു ഇവിടെ വരെ വന്നിരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് വന്നതിന് ശേഷം മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? അടുത്തൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലിയർ ആയോ? അടുത്തൊരു സ്ട്രക്ചർ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്തത് വിത്ത് ബോഡി ക്ലോസ് ആട്ടോ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയില്ലേ? മാർക്കറ്റ് ഇവിടെ നിന്ന് അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ബൈ സ്ട്രക്ചർ ആയിട്ട് ഹയർ ബൈ ഹയർ ആയിട്ട് ഹയർ ലോ ഹയർ ഹൈ അങ്ങനെ വന്നുകൊണ്ടിരുന്നതായിരുന്നു. ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹയർ ഹൈ പോയിന്റ് എന്ന് പറയുന്ന ഈ പോയിന്റ് ആയിരുന്നു. ആ പോയിന്റിന് മുകളിലായിട്ട് മാർക്കറ്റിന് ബോഡി ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് പുതിയൊരു അടുത്തൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റ് ഇവിടെ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്തുള്ള ഹയർ ലോ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആയിരുന്നു? ഈ പോയിന്റ് ആയിരുന്നു. ശരിയല്ലേ? ലാസ്റ്റ് ഉണ്ടാക്കിയ ഹയർ ലോ ഇത്. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെ വന്നപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് വീക്കിലിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സ്ട്രക്ചറിന് താഴെ അല്ലെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു സിംഗ്ലോയ്ക്ക് താഴെയായിട്ട് മാർക്കറ്റിൽ ബോഡി ക്ലോസ് ചെയ്യാൻ താഴേക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അപ് ട്രെൻഡിൽ നിന്നിരുന്ന ഒരു മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആവുന്നു, അല്ലെങ്കിൽ വീക്കിലിയിൽ ഒരു MS കിട്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ അർത്ഥം? വീക്കിലിയിൽ ഒരു MS കിട്ടിയിരിക്കുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ വീക്കിലിയിൽ, അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, എൻ്റെ വീക്കിലി ബയാസിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്കിലി എൻ്റെ ഹയർ ടൈം ഫ്രെയിം ബയാസിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് സ്വിച്ച് ആവാൻ പോകുന്നത് എന്നുള്ള ഒരു അസംഷൻ ഞാൻ ഉറപ്പിച്ചു. ഓക്കെ അല്ലേ? അത് ഇപ്പോൾ വീക്കിലിൽ ഞാൻ ഇത്ര കാര്യങ്ങളെ ചെയ്തുള്ളൂ. കീ ലെവൽസ് ഒന്നും ഡ്രോ ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. വീക്കിലിൽ ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്തു, നേരെ ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്തു. വീക്കിലിൽ ചെയ്ത് ഇത്ര മാത്രമാണ്. ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കി MS വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി.
കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഓക്കെ ഫൈൻ, അവിടെ നിർത്തി. ഓക്കെ, ദെൻ ഞാൻ എന്തിലേക്ക് വന്നു? ഡെയിലിയിലേക്ക് വന്നു. ഇവിടുന്ന് വീക്കിലി MS കിട്ടുന്നത്. അപ്പോൾ ഇനി ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഡെയിലിയിൽ നമുക്ക് നോക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കുമ്പോൾ ഡെയിലിയിലും ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? വാലിഡ് ആയിട്ടുള്ള ഒരു MS ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് വാലിഡ് ആയിട്ടുള്ള ഡെയിലിയിൽ MS കിട്ടിയത്. അതായത് അവിടെയാണ് ബോഡി ക്ലോസ് വാലിഡ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആ കാര്യം എനിക്ക് ക്ലിയർ ആയി. ഈ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയി. ഇവിടെ MS കിട്ടി. MS കിട്ടിയതിന് ശേഷം എന്ത് സംഭവിച്ചു? അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇവിടെ വെച്ച് MS കിട്ടി, അടുത്ത വെച്ചിട്ട് ഒരു BOSും കൂടെ കിട്ടിയപ്പോൾ ആ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യപ്പെടുക എന്ന് ഡെയിലി ഒന്നും കൂടെ ഒന്ന് വിളിച്ചോതി. ഓക്കെ അല്ലേ? എന്നിട്ട് അതിനുശേഷം വീണ്ടും ഒരു BOS. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, വീക്കിലിയിൽ ഞാൻ ആ ട്രെൻഡ് മനസ്സിലാക്കി. വീക്കിലി ട്രെൻഡ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വീക്കിലിയുടെ ഒരു MS കിട്ടി. അതുവരെ അപ് ട്രെൻഡിൽ നിന്ന മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആകാൻ പോവുകയാണ് എന്ന് എനിക്ക് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അവിടെ കൊണ്ട് പരിപാടി നിർത്തി. വീക്കിലിയിൽ ഡെയിലിയിൽ ഞാൻ വന്നു. ഡെയിലി വന്നപ്പോഴത്തേക്ക് എനിക്ക് അതേ സാധനം ഡെയിലിയിലും എനിക്ക് MS കിട്ടി. ഡെയിലി MS കിട്ടി. അതിൻ്റെ കൂടെ ഒന്നുകൂടെ എന്നെ ബലപ്പെടുത്താൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുടെ മാർക്കറ്റ് തന്നു. അതായത് ആ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണെന്നുള്ളതാണ്. ഒരു MS കിട്ടി, ഒരു BOSും കിട്ടിയ പിന്നെ നമുക്കൊരു ബലമായി. മാർക്കറ്റ് ആ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. MSS അല്ലേ? ഇവിടെ MS അല്ലേ? MSS അല്ലേ? അല്ല, ഇതാ ഇത് നോക്ക് ബ്രോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ? CH ആ, അത് MS അല്ലേ ബ്രോ? CH എന്ന് പറയുന്നത് MS-ഉം MSS എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇൻസൈഡ് സ്ട്രക്ചർ. അതായത് ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ MSS എന്ന് പറയുന്നത്. ഒരു ഇന്റേണലി ഉണ്ടാകുന്ന സ്ട്രക്ചർ ചേഞ്ചിനെയാണ് MSS എന്നും പറയുന്നത്. ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു മേജർ ഷിഫ്റ്റിനെയാണ് MS എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ നമുക്ക് ഇവിടുന്ന് കാര്യം മനസ്സിലായി. MS കിട്ടി എന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ കൂടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോട് കിട്ടിയപ്പോൾ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ് വളരെ ഷുവറായി എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. ഓൾസോ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, വീക്കിലി ഡൗൺ ട്രെൻഡ് ആണ്. ഓൾസോ ഞാൻ ഡെയിലിയിലോട്ടും വന്നു. ഡെയിലി ഞാൻ നോക്കി, ഡെയിലിയിലും എന്ത് തന്നെയാണ്? ഡൗൺ ട്രെൻഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് ഒരു MSും തന്നു, BOSും തന്നിട്ടുണ്ട്. അതായത് വളരെ ഷുവറായിട്ട് മാർക്കറ്റ് സെൽ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമുക്ക് എന്തായി മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഞാൻ നോട്ട് ചെയ്തു. ഇനി അടുത്തത് എൻ്റെ ഒരു പരിപാടിയും കൂടെ നമ്മൾ ചെയ്യണം. BOS കിട്ടി. BOS കിട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം നോക്കി, ഇവിടുന്ന് ഡീലിംഗ് റേഞ്ച്. അതായത് മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ വീണ്ടും ഒരു റിട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഡെയിലിയിൽ നടന്നു. ഇവിടെ നിന്നാണ്, ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇതാണ് അതിൻ്റെ ഒറിജിൻ. ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് സംഭവിച്ചത്? അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് അല്ലെങ്കിൽ അടുത്തൊരു BOS കിട്ടാൻ വേണ്ടി കാരണമായിട്ടുള്ള സെല്ലേഴ്സ് പമ്പ് ചെയ്ത് തുടങ്ങിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. അതായത് എൻ്റെ സിംഗ് ഐ പോയിന്റ് എന്ന് പറയുന്ന ആ പോയിന്റാണ്. ആ പോയിന്റ് ഞാൻ വെച്ചു, എൻ്റെ സിംഗ് ലോ പോയിന്റ് ഞാൻ വെച്ചു. മാർക്കറ്റ് കറൻറ്റ്ലി നിൽക്കുന്നത് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ? ഡിസ്കൗണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ. ഇതാണ് ഹൈ, ഇതാണ് ലോ. മാർക്കറ്റ് കറൻറ്റ്ലി മാർക്കറ്റ് മുകളിലേക്ക് പോയി പ്രീമിയത്തിൽ കയറി. മാർക്കറ്റ് ഏതിലേക്ക് കയറി? പ്രീമിയത്തിൽ കയറി. ശരിയല്ലേ? യെസ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, പ്രീമിയത്തിലാണ്. അപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം വരച്ചു. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചാർട്ട് ഉണ്ടാവുക. അപ്പോൾ ഡെയിലിയിൽ അടുത്ത് നമ്മൾ നേരത്തെ തൊട്ടുമ്പോൾ പറഞ്ഞ എന്താണ്? ഡെയിലിയിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്, കീ ലെവൽസുകൾ പ്ലോട്ട് ചെയ്യും എന്നുള്ളതാണ് അല്ലേ? ഡെയിലിയിൽ നമ്മൾ കീ ലെവൽസ് പ്ലോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഡെയിലിയിലോ 4 ഹവറിലൊക്കെ കീ ലെവൽസ് പ്ലോട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഡെയിലിയിൽ കീ ലെവൽസ് പ്ലോട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഡീലിംഗ് റേഞ്ച് ഞാൻ വരയ്ക്കുന്നു. ഡീലിംഗ് റേഞ്ച് വരച്ചതിന് ശേഷം പ്രീമിയത്തിലുള്ള വാലിഡ് ആയിട്ടുള്ള കീ ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു FEG ഉണ്ട്. ആ FEG ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എനിക്ക് എടുത്തൂടെ? യാ. ഓക്കെ, അപ്പോൾ ഡെയിലിയിലുള്ള ആ ഓർഡർ ബ്ലോക്ക് ഞാൻ ഡ്രോ ചെയ്തു. അതായത് പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക് ഞാൻ ഡ്രോ ചെയ്തു. ദെൻ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്തു. മാർക്കറ്റ് ഇത്രയും കോൺഫ്ലുവൻസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ദെൻ പ്രീമിയത്തിലുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കീ ലെവൽ ഡ്രോ ചെയ്തു. ദെൻ 4 ഹവറിലേക്ക് നോക്കി. 4 ഹവറിലേക്ക് നോക്കുമ്പോഴും 4 ഹവറിലുണ്ടായ ലാസ്റ്റ് സിംഗ് ഐ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഒറിജിൻ പോയിന്റ് ഇതാണ്. അവിടെ നിന്ന് ഇത്രയും ഡീലിംഗ് റേഞ്ച്
സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. കാരണം ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഫാള് തുടങ്ങിയ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും വന്നു, മാർക്കറ്റ് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ്, കുറച്ച് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പിന്നെ അടുത്തൊരു മേജർ ഫാൾ വന്നു ഇവിടുന്നാണ്. ഇവിടുന്നാണ് ആ ബ്രേക്ക് സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യപ്പെടാൻ കാരണമായ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. ലോജിക്കലിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ തൊട്ട് ഇതുവരെയുള്ള വരച്ചു. അപ്പോഴും 4 അവറിന്റെ ആകുമ്പോഴും 4 അവറിന്റെ ഒരു ഡീലിംഗ് റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇതുവരെ കയറിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിലേക്ക് കയറിയിട്ടില്ല. നമ്മളുടെ പ്ലാൻ എന്താണ്? ഈ ഒരു കീ ലെവലിലേക്ക് വന്നതിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റി ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം, കറന്റ് വന്ന് ടാപ്പായോ ഇല്ലയോ? നമ്മളെ കീ ലെവൽ ടാപ്പായോ? ടാപ്പായി. കീ ലെവൽ ടാപ്പായി. ഓക്കെ ഫൈൻ, ഇവിടെ വെച്ച് ടാപ്പായി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 4 അവറിൽ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവലോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്ത് തരാം. ഈ ഒരു ഏരിയയിൽ സെല്ലാണ് നമ്മളുടെ ബയാസ്. 4 അവറിൽ എന്തെങ്കിലും FEGകളോ ഓർഡർ ബ്ലോക്കുകളോ എന്തെങ്കിലും ഒരു കീ ലെവൽ ഉണ്ടോ? OB ഉണ്ട്. ഏതാണ്? ഇത് അല്ലേ? ആ അതാ. ഓക്കെ, അത് ഞാൻ വേറെ ഡ്രോ ചെയ്യാം. ഇതല്ലേ ആ ലെവല്? 4 അവർ OB മൈനസ് അതെ. ഞാൻ എഴുതുകയാണ്. OB മൈനസ് എന്നോട് ഞാൻ മീൻ ചെയ്യണത് ഒരു ബിയറിഷ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ മൈനസ് നിട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. 4 അവറിന്റെ ഡീലിംഗ് റേഞ്ച് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നോക്കി നോക്കാം. ഡീലിംഗ് റേഞ്ച് നോക്കിയപ്പോൾ മാർക്കറ്റ് കറന്റ് പ്രീമിയത്തിലല്ലേ ആ ഓർഡർ ബ്ലോക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അതെ. ഇങ്ങനെ വരുമ്പോൾ ഡെയിലി ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു, 4 അവർ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ശരിയല്ലേ? Next. യെസ്. ഇനി നിങ്ങൾ നേരെ ലോവർ ടൈം ഫ്രെയിമിൽ പോകുന്നതിന് മുന്നോടിയായി നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 അവർ OBയിലേക്ക് പ്രൈസ് എങ്ങനെ വരുന്നു, അതായത് മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താണോ വരുന്നത്, അതല്ല എങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാതെയാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ 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 ശ്രദ്ധയോട് കൂടി തന്നെ നോക്കണം. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്ന ഒരു ഫ്യുവലാണ് ലിക്വിഡിറ്റി. ആ ഫ്യുവൽ അവിടെ ഇല്ലെങ്കിൽ വണ്ടി ഇടിച്ച് നിൽക്കും. ഓക്കെ, ആ ഇടിച്ച് നിൽക്കുമ്പോൾ നമ്മളെ SL കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു പ്രൈസിലേക്ക് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കീ ലെവലിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിനെ നിങ്ങൾ ലോജിക്കലി മാത്രം ഇതിനെ തിങ്ക് ചെയ്യുക. ഞാൻ ടെക്നിക്കൽ പരമായിട്ട് നിങ്ങൾ അവിടെ നിൽക്കട്ടെ. മാർക്കറ്റിന്റെ ഈ ഏരിയ തൊട്ട് ഈ ഏരിയ വരെ അത്യാവശ്യം നല്ലൊരു പീഡിയിലല്ലേ പ്രൈസ് വന്നത്? ഇത് തൊട്ട് പീടിയുണ്ട്. ഇത്രയും ഏരിയ പീഡിയിലാണ് വന്നത്. ഓക്കെ, ഞാൻ അത് മനസ്സിലാക്കി. അതിനുശേഷം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ദെൻ 1 2 3 4 4 ബുള്ളിഷ് ക്യാൻഡിലുകൾ, ഒരു അടിപൊളി 4 ബുള്ളിഷ് ക്യാൻഡിലുകളാണ് കയറി വന്നിട്ടുള്ളത്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു പ്രൈസ് റിയാക്ട് ചെയ്യണമെങ്കിൽ അടുത്തത് ഇനി എവിടെ നിന്ന് മാർക്കറ്റ് ഇനി അടുത്തൊരു മുകളിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇവിടുന്ന് പടാന്ന് പറഞ്ഞ താഴേക്ക് വരണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു മേജറായിട്ട് ഇനി ഒരു പ്രൈസ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു FEGയിൽ നിന്നായിരിക്കില്ലേ? ക്ലിയർ ആണോ? അതായത് ഇനി അടുത്തൊരു പ്രൈസ് എന്തെങ്കിലും ഒരു തരത്തിലൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ. അതെ, അതായത് നമ്മളെ ഹയർ ടൈം ഫ്രെയിമിന്റെ ബയാസ് ഡൗൺ ട്രെൻഡ് തന്നെയാണ് ബ്രോ. നമ്മൾ അതെ. നോക്കേണ്ട ഓപ്പർച്യൂണിറ്റിയും ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഏത് വരെ പോവാം, അല്ലെങ്കിൽ ടാർഗറ്റ് എന്ത് വരെ വെക്കാം എന്നുള്ളൊരു ബയാസാണ് ഞാൻ പറയണം. ഓക്കെ, ഓക്കെ. അപ്പോ മിനിമം ഇതുവരെങ്കിലും പോണം അല്ലേ? ഇതുവരെങ്കിലും മിനിമം മാർക്കറ്റ് പോവും എന്നുള്ളതാണ് നമ്മളുടെ വിഷ്. എങ്കിലും നമ്മൾ 1:2 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ നോക്കി കാണുന്നത്. ക്ലിയർ അല്ലേ? സാർ അതിലൊരു Yeah. ഡൗട്ട്. ഓ, പറഞ്ഞു. ഈ തിരിച്ച് അപ്പിലേക്ക് പോണ മൂവിങ് വലിയ ബുള്ളിഷ് കാൻഡിൽ വെച്ചിട്ടാണല്ലോ പോണത്. അതെ, ഈ 1 2 3 ക്യാൻഡിൽ. യെസ്. ഓക്കെ, അപ്പൊ 4 അവർ OBന്ന് എൻട്രിക്ക് വെയിറ്റ് ചെയ്യണ നമ്മള് അത് ബ്രേക്ക് ചെയ്ത് പോവാനുള്ള ചാൻസ് ഉണ്ടെന്ന് കരുതാൻ പറ്റുമോ? കരുതാൻ പറ്റും. ഇങ്ങനെ വളരെ, അതായത് ഇവിടെ മാർക്കറ്റ്, ഇവിടെ ഒരു പ്രൈസ് ഡെലിവറി ഉണ്ട് അല്ലേ? ഇവിടെ ഒരു PD ഉണ്ട്. അതായത് ബയേഴ്സ് സെല്ലേഴ്സ് അങ്ങനെ ഒരു പിടിച്ചു വലിയുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഇത്രയും ഏരിയ, ഈ ഇത്ര ഏരിയ. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ, ഇപ്പൊ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് നിങ്ങൾ മീൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഇത് ഇത്ര ലിക്വിഡിറ്റി ഏരിയ, അതായത് ഇവിടെ ഒരു PD വാലിഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് പോലെ പഠിച്ചു വെച്ച ഒരു PD സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇത്രയും ഏരിയയിൽ. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ മാർക്കറ്റിന് താഴെ വന്നേ പറ്റൂ. ഓക്കെ, അതെപ്പോൾ വരും എന്നുള്ളതല്ല,
മാർക്കറ്റിന് താഴെ വരണം. ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കാം ആ വി ഐ പി ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് അപ്പിലേക്ക് പമ്പ് ചെയ്യുന്നത്. ഞാൻ പിന്നെയും ഇതിനെ ഒന്നും കൂടെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിന് ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് വേണം വെക്കാം. കാരണം ഇത്ര ലിക്വിഡിറ്റി പോയിന്റിന്റെ ഒറിജിൻ പോയിന്റ് ഇതാണ്. ഇവിടെ ടാർഗറ്റ് വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഈ 4 ക്യാൻഡിലുകൾ എന്നോട് പറയുന്ന കഥ വേറെയാണ്. ഈ 4 ക്യാൻഡിലുകൾ എന്നോട് പറയുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലുകളാണ്. സെല്ലേഴ്സിന്റെ പിടിമുറുക്കം ഒന്ന് കുറഞ്ഞു, ഞങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ഒരു ആധിപത്യ മൂഡാണ് ഈ ഒരു 4 ക്യാൻഡിൽസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു റിയാക്ഷൻ മേ ബി ചിലപ്പോൾ ഇവിടെ നടന്നേക്കാം. ചിലപ്പോൾ മാർക്കറ്റ് നേരെ താഴേക്കും പോയേക്കാം. ബ്രോ ചോദിച്ച ചോദ്യത്തിലേക്കുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ചാൻസ് 90% അല്ലെ 70% സാധ്യത വരുന്നത് ഇവിടെ നിന്ന് താഴേക്ക് വീഴാൻ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ട് ചെയ്യാം. പിന്നെ അതിൽ SL ആണോ TP ആണോ എന്നുള്ളത് മാറ്റർ അല്ല. ക്ലിയർ ആയോ? ഓക്കെ. നമ്മൾ അതെ. പറഞ്ഞ ചെക്ക് ലിസ്റ്റ് പ്രകാരം വീക്കിലിയിൽ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി, വീക്കിലി ഡെയിലി ട്രെൻഡ് മനസ്സിലാക്കി, ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ച് വരച്ചു. ഡീലിംഗ് റേഞ്ച് വരച്ചപ്പോൾ മാർക്കറ്റ് പ്രീമിയം ഏരിയയിൽ എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവൽ കിട്ടി. ഓക്കെ, അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു. 4 അവറിൽ നോക്കിയപ്പോൾ 4 അവറിന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഏരിയയിൽ എനിക്ക് വേറൊരു ഒരു കീ ലെവൽ വ്യക്തമായിട്ട് കിട്ടി. അത് രണ്ടും ഒരേ സ്ഥലത്താണ് കോമ്പിനേഷൻ ചെയ്യുന്നത്. ഓൾസോ 4 അവറിൽ ആ 4 അവർ OBയിലേക്ക് വന്ന വരവിൽ തുടക്ക സമയത്ത് വളരെ പീഡിയോട് കൂടിയാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പീഡി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് താഴേക്ക് പോകണം എന്നുള്ളൊരു വിഷയം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഒരു ഡൗട്ടും കൂടി സാറേ. ഓ, പറഞ്ഞു. സാറേ നമ്മളെ ഇപ്പം ഡീലിംഗ് റേഞ്ച് വരച്ചിരിക്കുന്ന ബോട്ടം ടു ഹയർ സ്വിങ്ങിലല്ലേ? ഇപ്പൊ 4 അവർ OB ഇപ്പൊ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതിന് മേളിൽ തൊട്ട് താഴോട്ട് വരെ വരയ്ക്കാൻ പറ്റുന്ന അതൊരു സ്വിങ് അല്ലേ? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്ലൈഡ് നടന്നത്. ഇവിടെ നിന്നാണ് ബ്രോ ഉദ്ദേശിച്ചത്? അല്ല, അതിന്റെ താഴത്തെ ഇവിടെ ആ അതോ ഇതാണോ ഉദ്ദേശിച്ചത്? അവിടുന്ന് ഇവിടുന്ന് ബ്രോയ്ക്ക് വരയ്ക്കാൻ പറ്റില്ല. കാര്യം ബ്രോയ്ക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഇത് ഇവിടുന്ന് മാർക്കറ്റ് അടുത്തൊരു ഫാൾ എടുത്തു. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഇതുവരെ മാർക്കറ്റ് വന്നു. അതിനുശേഷം ഒരു 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ പോയി. ശരിയല്ലേ? അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? അടുത്തൊരു ഫാൾ എടുത്തു. ക്ലിയർ ആയോ? അപ്പൊ ബ്രോ വരയ്ക്കുന്നെങ്കിൽ എവിടെ നിന്ന് വരയ്ക്കണം? ആ ഹൈയിൽ നിന്ന് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇങ്ങനെ വരയ്ക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ ഇത് വരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് ഒരു ഫാള് നടന്നു, ദെൻ ഒരു മാർക്കറ്റ് വീണ്ടും റിട്രേസ്മെന്റ് നടന്നു, ദെൻ ഏറ്റവും കൂടുതൽ ഫാളിന് കാരണമായ അല്ലെങ്കിൽ ഈ ഒരു മുഴുവൻ ഫാളിന്റെ കാരണമായ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ കിടക്കുക. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് കൺസിഡർ ചെയ്തത്. ബ്രോ ഇത് കൺസിഡർ ചെയ്താലും നോ ഇഷ്യൂസ്, പക്കയാണ്. ഓക്കെ അല്ലേ? PDREs ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് എൻട്രി എടുക്കാൻ അത്ര ധൈര്യം ഉണ്ടാവില്ലല്ലോ. PDREs ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ. ഇപ്പൊ PD ഇല്ല, ഇതേ കണക്കുള്ള പടക്ക് ക്യാൻഡിൽസ് ആണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഒരു 4 അവർ OBയിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ 4 അവർ OB. ഓക്കെ, ഇല്ലാത്ത കേസാണ് പറയണേ. 4 അവർ OBയിലേക്ക് എൻ്റെ ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. നമ്മൾ ഇത് കഴിഞ്ഞാൽ സാധാരണ എന്താ നോക്കാറുള്ളത്? ഇവിടുന്ന് സ്ട്രക്ചർ ചേഞ്ച് കിട്ടണം, അതായത് MS കിട്ടണം. ശരിയല്ലേ? MSSO കിട്ടണം. ഓക്കെ അല്ലേ? ഇവിടുന്ന് എന്ത് കിട്ടി? ഇപ്പോ MS കിട്ടി. ക്ലിയർ ആണോ? MS കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഡീലിംഗ് റേഞ്ച് വരയ്ക്കും, പ്രീമിയം ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി കയറും. ഇതാണല്ലോ നമ്മളുടെ സ്ഥിരം പല്ലവി. ശരിയല്ലേ? പക്ഷേ ബ്രോ തന്നെ ആലോചിക്കുക, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു സോണിലോട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വരാത്ത ഒരു ഐഡിയമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സോണിൽ നിന്ന് എൻട്രി എടുക്കാൻ ബ്രോയ്ക്ക് ധൈര്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? ഒരിക്കലും ഇല്ല. അപ്പൊ ബ്രോ എന്ത് ചെയ്യുക? MS കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഒരു സെക്കൻഡ് കൺഫർമേഷൻ എന്നുള്ളത്, നമ്മളൊരു ഫസ്റ്റ് കൺഫർമേഷൻ എന്നുള്ള രൂപത്തിൽ എൻട്രി എടുക്കുക. സെക്കൻഡ് കൺഫർമേഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഒരു BOSും കൂടെ കിട്ടുന്നു. ക്ലിയർ ആണോ? ഒരു MS കിട്ടുന്നു, അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആയ ഒരു BOS കൂടെ കിട്ടുന്നു. അപ്പൊ എനിക്ക് എന്തായി? ഏകദേശം ഒരു ക്ലിയർ ആയി. MS കിട്ടി, അതിനുശേഷം ആ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇവിടെ BOS കിട്ടുന്നത് ലോ ടൈം ഫ്രെയിമിൽ. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഡീലിംഗ് റേഞ്ച് വരച്ചിട്ട് ഈ പ്രീമിയം ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻട്രി കയറാം. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സാറ് 4 അവറിന്റെ ഒരു OB വരച്ചില്ലേ?
ഇപ്പുറത്തെ ആ ലെഫ്റ്റ് സൈഡിൽ. ആ പക്ഷെ അവിടെ FEG ഉണ്ടായിരുന്നോ? FEG ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓർഡർ ബ്ലോക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. FPG ഉണ്ടല്ലോ ബ്രോ. ഏ- ഏതാ? അതല്ലേ, അത് FPG കാൽക്കുലേറ്റ് ചെയ്യുമോ? പക്ഷെ അത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയതുകൊണ്ട് FPG മിറ്റിഗേറ്റഡ് ആണ്, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റഡ് അല്ല. അല്ല. അങ്ങനെ വരുമ്പോൾ ഇത് എന്തായി മാറി? എന്തായി ആ, മാറി? എന്തായി മാറി? ലിക്വിഡിറ്റി. IDM കൂടെ ആയി മാറിയാണ്. IDMI, ശരി ശരി, IDMI. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, ഓൾസോ ഇവിടെ ഒരു IDM ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രോ ചെയ്തു. ഇപ്പൊ ലിക്വിഡിറ്റി ഇല്ലാത്തൊരു കേസാണെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ നിന്ന് വാലിഡ് ആയിട്ടുള്ള ലോവർ ടൈം ഫ്രെയിമിൽ ഒരു MS കിട്ടുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അഗ്രസീവായിട്ട് എൻട്രി കയറുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എൻട്രി കയറാം, പക്ഷെ ഞാൻ ഒരിക്കലും അത് പ്രിഫറബിൾ അല്ല. രണ്ടാമത് നിങ്ങളൊരു BOS കിട്ടിയതിന് ശേഷം സ്ട്രക്ചർ കൺഫേം ആയി എന്ന് മനസ്സിലായതിനു ശേഷമേ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു പൂളിൽ എൻട്രി കയറാവൂ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഒരു IDM ഉണ്ട്, ഇത്രയും പോർഷനിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡെലിവറി ഉണ്ട്, എല്ലാം ക്ലിയർ ആയി. ഞാൻ 4 അവർ OBയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന എക്സാക്ട് പോയിന്റിൽ ഞാൻ ലോവർ ടൈം ഫ്രെയിമിലേക്ക് അല്ലെങ്കിൽ 1 അവറിലേക്ക് കൂടെ സ്വിച്ച് ചെയ്ത് നോക്കാം. 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? 4 അവർ OBയിലേക്ക് വന്ന വരവ് 1 അവറിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതായത് 1 അവർ OBയിലേക്ക് വന്ന വരവ് അത്യാവശ്യം നല്ല 4 അവർ OBയിലേക്ക് വന്ന വരവ് 1 അവർ നോക്കുമ്പോൾ നല്ല ലിക്വിഡിറ്റി ഇല്ലേ? നല്ല ലിക്വിഡിറ്റിയോട് കൂടിയല്ലേ പ്രൈസ് വന്നിട്ടുള്ളത്, അല്ലേ? ഉണ്ട് ഉണ്ട് അല്ലല്ലോ, ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ 1 അവർ ടൈം ഫ്രെയിമിനെ നിങ്ങൾക്ക് എങ്ങനെ അതിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 അവർ OB അല്ലെങ്കിൽ ഒരു ഡെയിലി OB എന്നുള്ള ആ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. ആ കീ ലെവലിൽ വന്ന് ടാപ്പ് ആയതിനു ശേഷം 1 അവറിലേക്കും കൂടെ ഒന്ന് സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്യുമ്പോൾ പ്രൈസ് ഡെലിവറിയോ കാര്യങ്ങളോ 1 അവറിൽ നിങ്ങൾ സ്വിച്ച് ചെയ്ത് നോക്കുന്നത് വളരെ ബെറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിനെ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം എന്നാ പറയാം, ITF എന്നാ പറയാം. 1 അവർ ടൈം ഫ്രെയിമിന് HTF അല്ല LTF അല്ല, ITF എന്നാ പറയാം, നമ്മുടെ ICT കോൺസെപ്റ്റ്സിലൊക്കെ പറയാം. അപ്പോൾ ഈ ITF ടൈം ഫ്രെയിം ഈ ഒരു പ്രൈസ് ഡെലിവറി അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ടൈം ഫ്രെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 അവറിൽ ചൂസ് ചെയ്യാം. അപ്പോൾ 1 അവറിൽ നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നത് മനസ്സിലായി. ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു പ്രൈസ് ഈ ഒരു ഏരിയ വരെ വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ടാർഗറ്റ് എവിടെ വേണേൽ വെക്കാം, ഇത്രയും ടാർഗറ്റ് വേണമെങ്കിലും വെക്കാം, നോ ഇഷ്യൂസ്. മനസ്സിലായോ? മനസ്സിലായോ? അതായത് യെസ്. ലിക്വിഡിറ്റി എവിടെയുണ്ടോ ആ ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് വരും. അപ്പൊ ലിക്വിഡിറ്റി അപ് ടു ഇതുവരെ ഉണ്ട് അല്ലെ? ഇവിടെ നിന്നാണ് ആ പ്രൈസ് ലിക്വിഡിറ്റി ക്രിയേറ്റ് തുടങ്ങിയത്. ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു ഏരിയ വരാൻ സാധ്യത ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ടാർഗറ്റ് ഏരിയ നിങ്ങൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ടാർഗറ്റ് അപ് ടു ഇതുവരെ നിങ്ങൾക്ക് വെക്കാം, അത് ലോങ് ടാർഗറ്റ് ആണ്, അതിലേക്ക് അവിടെ ഞാൻ വരാം. IDM ഇല്ല സാറേ? ഉറപ്പായിട്ടും IDM ഉണ്ട്, 4 അവറിന്റെ IDM ഉണ്ട്, ഓൾസോ നല്ല പ്രൈസ് ഡെലിവറി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ ആണേ? ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരാം. ആദ്യം ഞാൻ കട്ട് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം. ഇവിടെ നല്ലേ മിറ്റിഗേറ്റ് ചെയ്തത്? ഇപ്പൊ ഓക്കെ ആണല്ലോ? മിറ്റിഗേറ്റ് ചെയ്തു, ഓരോ റോബിയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ഇതായിരുന്നു IDM കേട്ടോ. IDM ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച FEG. മാർക്കറ്റ് എന്തായാലും ഇതുവരെ വരണമെന്ന് നമുക്കറിയാലോ അല്ലേ? അത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് എനിക്കൊന്ന് ഒരു അസംഷന് വേണ്ടി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. നമ്മളുടെ അപ്റ്റിൽ അവസാന ടാർഗറ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അവസാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. കാരണം അതായിരുന്നു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന്റെ ഒറിജിൻ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ മാർക്ക് ചെയ്തേ, ഇതിലൊന്നും സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? സാർ അല്ലേ ആ, 4 ഓക്കെ. അവർ OB മിറ്റിഗേറ്റ് ചെയ്തു, ആ, പക്ഷെ ഹയർ ഫ്രെയിമില് ഒരു OB ഉണ്ടല്ലോ, അപ്പൊ അത് മിറ്റിഗേറ്റ് ചെയ്യോ? ഡെയിലി OB, ആ ഡെയിലി OB അല്ലേ ബ്രോ ഉദ്ദേശിച്ചേ? അതെ അതെ. ആ ഓക്കെ. അപ്പൊ അതിലേക്ക് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? നമുക്ക് അങ്ങനെ നോക്കണ്ട ബ്രോ. ഇപ്പോൾ ഇതിൽ ഡെയിലിയിലോട്ട് ഞാൻ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതിലേക്ക് വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെ. ഇപ്പോൾ 4 അവറിലും ഡെയിലി OBയുടെയും ആ ഡെയിലിയുടെ ലെവലിലും വെച്ച് നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ കറന്റ് ഏത് ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഹോൾഡ് ആവണേ? പ്രീമിയത്തിൽ തന്നെ മാർക്കറ്റ് ഹോൾഡ് ആവണേ, ശരിയല്ലേ? ഇപ്പോൾ 4 അവറിൽ നോക്കുമ്പോഴത്തേക്ക് 4 അവറിലും വാലിഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിംസ് നോക്കുമ്പോഴത്തേക്ക് അവിടെയും പ്രീമിയം ഏരിയയിലാണ് ഹോൾഡ് ആവണത്. അപ്പോൾ ഡെയിലി 4 അവർ എന്നുള്ളത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള കീ ലെവലാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ബ്രോക്ക് എൻട്രി കയറാം. രണ്ടാമത്തെ കേസ്, ഇത് ഡെയിലി OB ആണെന്ന് ബ്രോ പറഞ്ഞു. ഡെയിലി OBയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ബ്രോ എന്നോട് ചോദിച്ചു. ഈ ഡെയിലി OBയുടെ അകത്താണ് 4 അവർ OB.
ഓക്കെ, രണ്ടും അലൈൻ ചെയിൻ വരുന്നോണ്ട് സ്ട്രോങ് ആവും അല്ലേ? അത് തന്നെ രണ്ടും എന്ത് ചെയ്തു, ഈ ഒരു വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒബി മിറ്റിഗേറ്റ് ചെയ്തു, 4 hour ഒബി മിറ്റിഗേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? രണ്ട് ഓക്കെ ഒബി ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ 1 hour നോക്കി, 1 hourൽ പി ഡി ഉണ്ടെന്ന് മനസ്സിലായി. ദെൻ നേരെ ഞാൻ ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അടുത്ത് എന്താ നോക്കേണ്ടത്? വാലിഡ് ആയിട്ടുള്ള എം എസ് നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു 15 മിനിറ്റിലേക്ക് ഞാൻ അത് സ്വിച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടെ എന്ത് പോലെ വരുന്നത്? ഒരു കൈൻഡ് ഓഫ് അപ് ട്രെൻഡ് പോലെയാണ് മാർക്കറ്റ് ഇവിടെ നടക്കുന്നത്. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇങ്ങനത്തെ രൂപത്തിൽ ഒരു 15 മിനിറ്റിൽ ഞാൻ ഈ പ്രൈസിനെ നോക്കുമ്പോഴത്തേക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് പോലെയാണ് എനിക്കിതിനെ ഫീൽ ചെയ്യണം. ശരിയല്ലേ? എൻ്റെ ഓവറോൾ ബയാസ് അല്ലെങ്കിൽ എൻ്റെ ഹയർ ടൈം ഫ്രെയിം ബയാസ് വരുന്നത് എന്താണ്? ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് സെൽ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള വ്യക്തമായിട്ടുള്ള വ്യൂ എനിക്കുണ്ട്. ഓക്കെ, അത് ഞാൻ ഏതിലാണ് നരേറ്റ് ചെയ്ത് വെച്ചത്? ഹയർ ടൈം ഫ്രെയിമാണ് നരേറ്റ് വെച്ചത്. അപ്പോൾ ഇതിൽ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു വ്യക്തമായിട്ടൊരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിൽ വന്ന് മാർക്കറ്റ് ടാപ്പായി. എനിക്ക് ലോവർ ടൈം ഫ്രെയിമിൽ വ്യക്തമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡ് ആയിട്ട് എം എസ് കിട്ടണം. ശരിയല്ലേ? ലോവർ ടൈം ഫ്രെയിമിൽ എനിക്കിവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു എം എസ് കിട്ടണം. അപ്പോൾ എം എസ് കിട്ടണമെങ്കിൽ എവിടെ കിട്ടണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. ഇതൊരു ഹയർ ലോ ആയിരുന്നു, ദെൻ ഇതൊരു ഹയർ ഹൈ ആയിരുന്നു, ദെൻ ഹയർ ലോ, ദെൻ വീണ്ടും ഒരു ഹയർ ഹൈ. ഓക്കെ, വീണ്ടും ഒരു ഹയർ ഹൈ, ദെൻ വീണ്ടും ഒരു ഹയർ ലോ, ദെൻ വീണ്ടും ഒരു ഹയർ ഹൈ. ഇങ്ങനെയാണല്ലോ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു എം എസ് ഇവിടെ കിട്ടണമെങ്കിൽ ഏത് ബ്രേക്ക് ആവണം? ഈ ഒരു പോയിന്റ് ബ്രേക്ക് ആവണം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ വരുന്നു മാർക്കറ്റ്, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു ഹയർ ലോ, ദെൻ വീണ്ടും ഈ ഒരു പോയിന്റിൽ വെച്ച് അടുത്തൊരു ഹയർ ഹൈ, ദെൻ വീണ്ടും ഒരു ഹയർ ലോ, ദെൻ വീണ്ടും എന്ത് സംഭവിക്കുന്നു? ഒരു ഹയർ ഹൈ. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ലോവസ്റ്റ് പോർഷൻ എന്നുള്ള രൂപത്തിൽ ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? കൺഫർമേഷൻ ആയി. ഓക്കെ ആണ്? ഓക്കെ, നോക്കാം എന്താ സംഭവിക്കണേ നോക്കാം. ബ്രേക്ക് ആയോ? കൺഫർമേഷൻ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. പകരം എന്ത് സംഭവിച്ചു? അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. ശരിയല്ലേ? ശരിയല്ലേ? അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആകുമ്പോൾ ആ സമയത്തുള്ള സിംഗ്ലോയാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഇവിടെ അല്ല നോക്കിയിരിക്കേണ്ടത്. ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ സിംഗ്ലോ എന്ന് പറയുന്ന പോയിന്റ് ഈ പോയിന്റ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇതിന് താഴെ ഒരു സ്ട്രക്ചർ ക്ലോസ് ചെയ്താൽ അതെന്തായി? എം എസ് ആയി. ഇപ്പൊ എം എസ് ആയോ? എം എസ് ആയോ? എം എസ് ആയി. അതായത് നമ്മൾ ഡൗൺ ട്രെൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നത്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിൽ നിന്ന് വ്യക്തമായിട്ടുള്ള എം എസ് കിട്ടി. ക്ലിയർ ആണല്ലോ? വ്യക്തമായിട്ട് എം എസ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്ത് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ഇനി ഡീലിംഗ് റേഞ്ച് വരയ്ക്കണം. ഞാൻ ഡീലിംഗ് റേഞ്ച് വരച്ചു. ഡീലിംഗ് റേഞ്ച് വരച്ചപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രീമിയം ഏരിയ അല്ലേ? ഈ പ്രീമിയം ഏരിയയിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്കിവിടെ വാലിഡ് ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിന് എനിക്ക് കൺസിഡറബിൾ ആണ്. ശരിയല്ലേ? ഈ ഓർഡർ ബ്ലോക്കിന് എനിക്ക് കൺസിഡർ ചെയ്തൂടെ? അതല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെ നോക്കാം? ഈ എഫ് ഇ ജി നോക്കാം. ഇതൊരു എഫ് ഇ ജി ഉണ്ട്, 50 മിനിറ്റിൻ്റെ ഒരു എഫ് ഇ ജി ഉണ്ട്. ആ എഫ് ഇ ജി നിങ്ങൾക്ക് എൻട്രി കയറാം. അതല്ല എങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഓർഡർ ബ്ലോക്കിൽ നിങ്ങൾക്ക് എൻട്രി കയറാം. ഇനി അതല്ല എങ്കിൽ എഫിജിയുടെ മേളിൽ വരും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലേ? അതെ, ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്, ഓർഡർ ബ്ലോക്കും ഉണ്ട് അല്ലേ? ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്, ഓൾസോ ഇതൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട് അല്ലേ? ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ ഇതിലൊന്നും? അപ്പോൾ നിങ്ങൾക്ക് ഈ 4 പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി കയറാം. ഓക്കെ, 4 പൊസിഷനിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻട്രി കയറാം. നോ ഇഷ്യൂസ്. ഞാൻ ഒ ടി ഏരിയയും കൂടെ നോക്കാം. ഒ ടി ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഇ ജി പോയിന്റ് ആണ്. കറക്റ്റ് ഒരു ഒ ടി ഏരിയ, ഈ ഒരു എഫ് ഇ ജി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എൻട്രി നിങ്ങൾക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ എൻട്രി വേണം, ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എങ്ങനെ വേണം? ഈ ഒരു കറക്റ്റ് ഞാൻ ഡിസ്കൗണ്ടിൽ എനിക്ക് എൻട്രി മിസ്സാവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എൻട്രി കയറുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എൻട്രി എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ എസ് എൽ കൂട്ടി വെക്കണ്ട സാറേ? എസ് എൽ കൂട്ടി വെക്കുക. എസ് എൽ കൂട്ടി വെക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് 1:2 റിവാർഡ് കൊടുക്കുക. അതാണ് ചെയ്യുക. അതിനനുസരിച്ച് പൊസിഷൻ വളരെ കൃത്യമായി മാനേജ് ചെയ്യുക. അതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഈ എവിടെ നിന്ന് എൻട്രി എടുത്താലും
ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് ചിലവാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കറക്റ്റ് ഒരു $100 ആയിരിക്കും, ഒരു $50 ആയിരിക്കും എസ് എൽ വരുന്നുണ്ടാവുക. അതിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുത്താലും $50 നിങ്ങൾ എസ് എൽ കീപ്പ് ചെയ്യുള്ളൂ, ഇവിടുന്ന് എൻട്രി എടുത്താലും നിങ്ങൾ $50 എസ് എൽ കീപ്പ് ചെയ്യുള്ളൂ, ഇവിടുന്ന് എൻട്രി എടുത്താലും $50 എസ് എൽ കീപ്പ് ചെയ്യുള്ളൂ, ഇവിടുന്ന് എൻട്രി എടുത്താലും $50 എസ് എൽ കീപ്പ് ചെയ്യുള്ളൂ. കറക്റ്റായിട്ട് പൊസിഷൻ മാനേജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് അതായത് കറക്റ്റ് 0.5 വരുന്ന ഒരു ഏരിയ ഞാൻ ഒന്നുകൂടി ഡീലിംഗ് റേഞ്ച് വരയ്ക്കുന്നു. ഡീലിംഗ് റേഞ്ച് വരച്ചപ്പോഴത്തേക്ക് ഇതാണ് എൻ്റെ വാലിഡ് ആയിട്ടുള്ള പ്രീമിയം ഏരിയ. ഈ പ്രീമിയം ഏരിയയിലേക്ക് ഞാൻ പ്രൈസ് നോക്കുന്നു, മേളിൽ എസ് എൽ കീപ്പ് ചെയ്യുന്നു 1:2. നമ്മൾ 0.5 എടുക്കുമ്പോഴേ ഉം. നമ്മൾ 5 എടുക്കുമ്പോ എസ് എൽ കൂടുതലല്ല വരുന്നത് നമുക്ക് നേരം. എസ് എൽ കൂടിക്കോട്ടെ, എസ് എൽ കൂടുന്നതിന് പ്രശ്നമില്ലല്ലോ. അതനുസരിച്ച് റിവാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മളെ റിവാർഡ് ഏതുവരെ കിടക്കുക? ഇതുവരെ റിവാർഡ് കിടക്കുക. ഓക്കെ, നമ്മളിവിടെ ഇവിടുന്ന് എസ് എൽ കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 27 പിപ്പേ ഉള്ളൂ എസ് എൽ. ബാക്കി നമുക്ക് എന്തുണ്ട്, അതിന്റെ അനുസരിച്ചുള്ള റിസ്ക് റിവാർഡ് 1:2 ഞാൻ അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ബ്രോയ്ക്ക് ഇവിടുന്ന് എടുക്കാൻ താല്പര്യമില്ല, ഇവിടുന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ബ്രോയുടെ എൻട്രി പോകും, ചിലപ്പോൾ പ്രീമിയത്തിൽ കയറിയിട്ട് അപ്പോഴേ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതനുസരിച്ച് ഞാൻ പൊസിഷനിലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 25.8 സ്റ്റോപ്പ് ലോസ്, 25.8 സ്റ്റോപ്പ് ലോസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ FX പൊസിഷൻ കാൽക്കുലേറ്ററിൽ പോകുന്നു, ഇവിടെ പോകുന്നു, ഞാൻ GBP USD അക്കൗണ്ട് സൈസ് എത്ര കൊടുക്കണം? ഒരു $5000 കൊടുക്കാം. റിസ്ക് റേഷ്യോ 1 ആണ് ഞാൻ റിസ്ക് ചെയ്യണം. ടോട്ടൽ ക്യാപിറ്റൽ 1% റിസ്ക് ചെയ്യണേ. സ്റ്റോപ്പ് ലോസ് പിപ്പ് എത്ര പിപ്പുണ്ട്? സ്റ്റോപ്പ് ലോസ് പിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 25.8 പിപ്പ്, 25.8. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഡ് സൈസ് കിട്ടും. 0.19 ലോഡ്സ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോകുന്നത് $50 ആണ്. ഓക്കെ ആണോ? അപ്പം അങ്ങനത്തെ രൂപത്തിൽ ഇനിയിപ്പോൾ പോട്ടെ, ഞാൻ ഈ FEG എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ്? 15.9. നിങ്ങൾ നോക്കുക, ഇവിടെ 0.19 ലോട്ടായിരുന്നു, ഇവിടെ ലോസ് വരുന്നത് $50 ആയിരുന്നു. ഓക്കെ ആണേ? ആയിരുന്നു 18, 16, 15.9. ഓക്കെ, ഞാൻ 15.9 മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര ലോട്ട് എടുക്കാം? 0.31 ലോട്ട് എടുക്കാം. അപ്പോഴും എനിക്ക് നഷ്ടപ്പെടുന്ന മണി ഒരേ മണിയാ, $50. എനിക്ക് ടാർഗറ്റ് അടിക്കുന്നത് എത്രയാണ്? $100. മറ്റടുത്താണെങ്കിലും ടാർഗറ്റ് അടിക്കുന്ന എത്ര ഡോളർ തന്നെയാണ്? $100 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. 26.3 ആണ്. അപ്പോൾ 26.3 ഞാൻ എടുക്കുന്നു, 26.3 എടുക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0.19 ലോട്ടാണ് എൻ്റെ സൈസ്. ഓക്കെ, ഞാൻ അടുത്തത് എന്താ നമ്മൾ നോക്കേണ്ടത്? ഈ ഒരു പൊസിഷനിലേക്ക് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ കാര്യം. ഓക്കെ, ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു FEGയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എങ്ങനെയാണ് വന്നത്? നല്ല പീഡിയോട് കൂടിയല്ലേ പ്രൈസ് വന്നത്? ശരിയല്ലേ? അതെ. നല്ല പീഡിയോട് കൂടിയാണ് വന്നത്. ഞാൻ അതിൻ്റെ ഡീലിംഗ് റേഞ്ച് ഒന്നുകൂടെ ഒന്ന് ഡ്രോ ചെയ്യാം. ഇതായിരുന്നു എൻ്റെ ഡീലിംഗ് റേഞ്ച്, ഇതായിരുന്നു എൻ്റെ പ്രീമിയം ഏരിയ അല്ലേ? ആ പ്രീമിയം ഏരിയ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ബാക്കി എല്ലാ പൊസിഷൻസും ബാക്കി എല്ലാ ഏരിയകളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഞാൻ വളരെ ഏർലി തന്നെ എൻട്രി കയറാൻ നിൽക്കുകയാണ്. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി. എനിക്കിവിടെ 4 ഹവറിൽ വ്യക്തമായിട്ട് IDM പ്രൈസ് ഡെലിവറി ഉണ്ട്, 50 മിനിറ്റിൽ നല്ല പ്രൈസ് ഡെലിവറി എടുക്കണം. അപ്പോൾ ഈ എൻട്രി ഞാൻ വിട്ടുകളയാൻ തയ്യാറല്ല. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും എനിക്ക് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എൻട്രി കയറാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കറക്റ്റ് പ്രീമിയത്തിൽ വന്നു, മാർക്കറ്റ് പമ്പായാലുണ്ടോ? കണ്ടോ? വിത്തിൻ 3 ക്യാൻഡിൽസിനുള്ളിലാണ് നമ്മളുടെ TP അടിച്ചത്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളുടെ ടാർഗറ്റ്, നമുക്ക് നല്ലോണം ടാർഗറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രീമിയം ഏരിയയിൽ വ്യക്തമായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻട്രി കയറാം. നിങ്ങൾ കറക്റ്റ് കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾ ഈ ഒരു FEGകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നോ ഒക്കെ എൻട്രി കയറാൻ നിൽക്കുന്നവരാണ് ഈ എൻട്രി എല്ലാം നിങ്ങൾക്ക് മിസ്സായി. കാര്യം ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത് കറക്റ്റ് അതാ പറഞ്ഞത്. പ്രീമിയത്തിൽ വന്ന് ടാപ്പായി, മാർക്കറ്റ് പമ്പായി. അപ്പോൾ നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് വരെ ആയിരുന്നു? ഈ ഒരു പോയിന്റ് വരെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയ ആവുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 1:2 ഉണ്ട്. നിങ്ങളുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 90% 1:2 നിങ്ങൾ എക്സിറ്റ് ചെയ്ത് മാറണം. ഇതായിരുന്നു എൻ്റെ 1:2. ഈ ഒരു ഏരിയയിൽ എൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണോ 100%, ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 90% ഞാൻ എന്ത് ചെയ്ത് മാറും? എക്സിറ്റ് ചെയ്ത് മാറും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ബാക്കി ഫുള്ളി റാലി ചെയ്യും. ഫുള്ളി റാലി ചെയ്യുമ്പോൾ എൻ്റെ ബാക്കിയുള്ള ക്യാപിറ്റൽ ഞാൻ സേഫ് ആക്കണ്ടേ? അപ്പോൾ ഞാൻ എൻ്റെ SL എടുത്ത് എങ്ങോട്ട് വെക്കും?
എൻ്റെ എൻട്രി പോയിന്റിലേക്ക് എടുത്തങ്ങ് വയ്ക്കും. ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കാം. ഓക്കെ. അതായത് എൻ്റെ എസ് എൽ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഈ സിംഗൈക്ക് മുകളിലായിരുന്നു, ശരിയല്ലേ? എൻ്റെ എൻട്രി എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള പ്രീമിയം ഏരിയയിൽ ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ എൻട്രി കയറി ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എങ്ങനെയാണ്? 1 റിസ്ക് വെച്ചാൽ 2 ഞാൻ റിവാർഡ് എടുക്കും. അതല്ലേ നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ എനിക്ക് 1:2 ആയോ? ആയോ? ആയി. ആയി. 1:2 ആയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയാവോ? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ കേസാ പറഞ്ഞ. സ്ക്രീൻ കണ്ടല്ലോ, വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ. സോറി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി കയറുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പൊസിഷൻ മാനേജ് ചെയ്തു. ടോട്ടൽ ക്യാപിറ്റലിന്റെ 1% ഞാൻ റിസ്ക് ചെയ്തു. റിസ്ക് ചെയ്തതിന് ശേഷം എൻ്റെ എസ് എൽ പോയിന്റ് സിംഗൈയുടെ മുകളിൽ വെച്ചു. കറക്റ്റ് 1:2 ടാർഗറ്റ് എനിക്ക് ഇവിടെ ആയി. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ ലോഡ് സൈസ് വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു 0.19 എന്നുള്ളത്. അപ്പോൾ ആ 0.19ന്റെ 90% ക്വാണ്ടിറ്റിയും നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറിയിരിക്കണം. 90% ക്വാണ്ടിറ്റിയും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായി, അതായത് കറക്റ്റ് അത് എടുക്കാനൂടെ പറ്റണം. അല്ലാതെ നമ്മൾ ആർത്തി മൂത്ത് എനിക്ക് ഇനി കിട്ടുന്നെല്ലാം പോരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 90% നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 10% ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ആയ ഈ ലിക്വിഡിറ്റി പോയിന്റ് വരെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നിങ്ങളുടെ ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് കീപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് 90% ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ എസ് എൽ പിന്നെ കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എസ് എൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ എൻട്രി പോയിന്റിലേക്ക് അങ്ങ് വെക്കണം. ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ ആയോ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റാലി ചെയ്യണേ റാലി ചെയ്യാം. ഇത് വരെയാണ് നമ്മളുടെ ഫൈനൽ ടി പി എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ തന്നെ 1:2 പോയിന്റ് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. നമ്മളുടെ ഫൈനൽ ടി പിയിലേക്ക് എത്തണോ ഇല്ലയോ നോക്കാം. ഇത് ഇപ്പോഴും റണ്ണിങ്ങിലാണ് അങ്ങനെയാണെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഇവിടെ കിട്ടുന്ന വ്യക്തമായിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾ വ്യക്തമായിട്ട് അത് സേവ് ചെയ്യുക എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. സാർ അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലോസ് കൊടുക്കരുത്. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം 3 ദിവസം ആയല്ലോ ഇപ്പൊ റൺ അതെ ചെയ്യാൻ തുടങ്ങി. നമ്മൾ അതെ. ടാർഗറ്റ് അടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വേറെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം അല്ലേ? സ്വാപ്പ് സാപ്പ് ചാർജ് ഉണ്ട്. അത് സാപ്പ് ചാർജ് ഓട്ടോമാറ്റിക്കലി വരും. കട്ട് ചെയ്യുമോ? ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതിന് കട്ടാവും. ഓക്കെ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇത് എത്ര നോക്കിയാൽ പോലും നിങ്ങൾക്ക് എന്തുണ്ട്? ഓൾമോസ്റ്റ് 1:2 നല്ല ടാർഗറ്റ് ഏരിയ ഈ ഏരിയ വരുന്നുണ്ട്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക? 1:2 1:3 നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്ത് മാറാൻ നോക്കുക. കണ്ടോ, ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1:4.4 ഉണ്ട്. ഇപ്പൊ ഇനിയും വേണം എന്ന് പറയണതൊക്കെ നമ്മൾ അഹങ്കാരമായി പോകും. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് നമ്മൾ 1:2 സാറേ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുക. പിന്നെ ഒരു 1:3 ആകുമ്പോഴത്തേക്ക് അടുത്ത റിമൈനിങ് ക്വാണ്ടിറ്റിയുടെ ബുക്ക് ചെയ്ത് ഔട്ട് ആവുക. ഓക്കെ അല്ലേ? ഈ ടാർഗറ്റ് നോക്കുന്ന സമയത്ത് പ്രീവിയസ് സപ്പോർട്ട് ഇൻട്രസ്റ്റ് അങ്ങനെ വല്ലതും നോക്കുന്നത്? ഇല്ല, നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പഠിച്ച ലോജിക്കാണ്. നമ്മളുടെ 1 അവറിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ വന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇതാണ് അതിന്റെ ഒറിജിൻ പോയിന്റ്. ഓക്കെ ഇവിടെ ഓക്കെ. നിന്നാണ് ആ ലിക്വിഡിറ്റി ക്രിയേറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിന് എന്തായിട്ട് കൺസിഡർ ചെയ്തത്? ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് ലാസ്റ്റ് ഒരു ഫൈനൽ ടാർഗറ്റ് ആയിട്ട് വെച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് വ്യക്തമായിട്ട് ഒരു എക്സിക്യൂഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? സാർ ഒന്നും കൂടെ വേറെ ചാർട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. നിങ്ങൾ പറയാം ഏത് ചാട്ടാ വേണ്ടേ? സാറേ ഗോൾഡ് വന്നു. അല്ലേ? ഓക്കെ, ഗോൾഡ് ചെയ്യാം. ഓക്കെ. ഈ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഇപ്പൊ ഞാൻ GBP ഏതെങ്കിലും USD യിലെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയണേ പറയാം. ഇപ്പൊ ഈ GBP ടോപ്പിക് USD യിലെ ആ ഒരു എൻട്രി ബിൽഡപ്പ് ആവുന്നുണ്ട്, അതൊന്ന് നോക്കാൻ പറ്റുമോ? GBP USD സെൽ ആ ഓപ്പർച്യൂണിറ്റി അല്ലേ? സെൽ ഓപ്പർച്യൂണിറ്റി ടൈം ഫ്രെയിം പറയും. 50 മിനിറ്റ് 4 അവറിൽ 50 മിനിറ്റ് 4 അവറിന്റെ ഏതാണ്? FEGയോ? അതെ. ഈ ഒരു FEG. ഓക്കെ. പക്ഷേ അതിൽ വേറെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ബ്രോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തൊരു 4 അവറിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു BOS നടന്ന ഒരു പോയിന്റ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ സിംഗായി, ഇതാണ് അതിന്റെ സിംഗിലോ. ശരിയാണല്ലോ? അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് ആയതിനു ശേഷമേ നമുക്ക് ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഇപ്പൊ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചു. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഇത് നോക്കിയാൽ ഇച്ചിരി വാലിഡിറ്റി ആണ്. ഞാൻ പറഞ്ഞ ബ്രോക്ക് ക്ലിയർ ആയോ? ഇത് എന്ത് സംഭവിച്ചിട്ടില്ല, ഇതുവരെ സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടില്ല. ഇതിന്റെ അകത്ത് കിടന്ന് കളിക്കുക.
ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. ഓക്കെ ഓക്കെ മേ അപ്പോൾ ബി ഇങ്ങനെ കളിക്കുമ്പോൾ സൈഡ് വേസ് ആയി സാറേ അപ്പൊ പോവാം അത് അല്ലേ? ഒരു ഡൗട്ട് അതെ, ചോദിച്ചോട്ടെ? എക്സാക്ട്ലി. ഇതിപ്പോ ഇതിന്റെ അകത്ത് ഒരു സൈഡ് വേസ് പോലെയല്ലേ കളിക്കണേ. ഒരു സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ആയതിനു ശേഷം പിന്നെ നിങ്ങൾ നോക്കിയാൽ കുഴപ്പമില്ല. ഓക്കെ. സാറേ അപ്പൊ അത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാലേ ഉം. അപ്പൊ അതെന്താ അങ്ങനെ കാര്യം പറ്റത്? അതായത് ഇപ്പൊ അതിൽ ഒരു BOS കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു BOS കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് ആയി ബ്രോ. അതായത് 4 ഹവറിൽ ഇവിടെ ഡെയിലിയിൽ നമ്മളിവിടെ 2 BOS കിട്ടിയതുപോലെ തന്നെ അടുത്തൊരു BOS കിട്ടും, ഡെയിലിയിലാണെങ്കിലും 4 ഹവറിലാണെങ്കിലും എല്ലാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്ട്രക്ചർ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള അർത്ഥം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലിയിലോ 4 ഹവറിലോ പോയി ഡീലിംഗ് റേഞ്ച് വരച്ചിട്ട് അതിന്റെ പ്രീമിയം ഏരിയ എന്നുള്ള വ്യക്തമായിട്ടുള്ള FVG ഓർഡർ ബ്ലോക്കിൽ എങ്ങനെ പ്രൈസ് വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നോ ഇഷ്യൂസ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഞാൻ ചെയ്യേണ്ട എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്തുണ്ടായ ലാസ്റ്റ് സിംഗ്ലോ ഇത്, ലാസ്റ്റ് സിംഗ ഇത്. ഓക്കെ, നമുക്കൊരു BOS കിട്ടുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്വിങ് കൈ നോക്കിയാൽ മതി അല്ലേ? അപ്പൊ മുകളിലത്തെ അത് ഇൻവാലിഡ് ആയില്ലേ? ബ്രോ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ട്രേഡിങ്ങിന് ഏറ്റവും സിമ്പിൾ ആക്കാൻ പറ്റുന്നിടത്തോളം സിമ്പിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് കാര്യം. ഇതിൽ കാണാതെ പഠിക്കാൻ ഒരു പരിപാടികളും ഒന്നും തന്നെയില്ല. ഇതിൽ വളരെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചതല്ല. കോൺസെപ്റ്റ്സേ ഉള്ളതാ. ഇവിടെ നിന്ന് മനസ്സിലാക്കുക, ഇവിടെയാണ് ബ്രോ സ്ട്രക്ചർ വന്നത്, ഇതുവരെയാണ് ആ സിംഗ്ലോ പോയത്. ഈ സിംഗ്ലോയ്ക്ക് അകത്താണ് പ്രൈസ് കിടന്ന് കളിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് ആവണമെങ്കിൽ ഈ സിംഗ്ലോ മാർക്കറ്റ് ബ്രേക്ക് ആക്കണം. സിംഗ്ലോ ബ്രേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സിഗ്നലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഏതാണോ ഡീലിംഗ് റേഞ്ച്, ആ ഡീലിംഗ് റേഞ്ച് എടുക്കുക, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള കീ ലെവൽസ് ഡ്രോ ചെയ്യുക, വാലിഡ് ആയിട്ടുള്ള ടൈം വരുമ്പോഴത്തേക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഞാൻ ഇത്രേ ചോദിച്ചത്. ഉള്ളൂ സിമ്പിൾ പ്രൊസീജിയർ. അതാണ് ഞാൻ ചോദിച്ചത്. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രോ സംഭവം ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. ഈ ഒരു FEG ആണ് ഉദ്ദേശിച്ചത് അല്ലേ? അങ്ങനെ ശരി. വരുമ്പോ കയ്യല്ലേ ഈ ഒരു FEG ആണ് ഉദ്ദേശിച്ചത്. ഈ FEGയിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള MSകൾ കിട്ടിയിട്ട് ട്രേഡ് ചെയ്യാതാലോ എന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷെ ഇത് വളരെ അഗ്രസീവ് പുഷായി പോകും. കാര്യം ഇവിടെ നമുക്ക് വ്യക്തമായിട്ടൊരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ട്. ക്ലിയർ അല്ലല്ല, അല്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ബ്രോയുടെ കാര്യമല്ല, നമുക്ക് മറ്റേ ബ്രോയുടെ കാര്യം പറഞ്ഞത്. ഉം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 4 ഹവർ FEG ഇവിടെ വരുന്നു, വന്നതിന് ശേഷം അപ്പോൾ നിങ്ങൾ ബ്രോയ്ക്ക് ഇത് എൻട്രി പുഷ് ചെയ്യാൻ നോ ഇഷ്യൂസ്. പക്ഷേ ഇതായിരുന്നു സംഭവം, പോയിന്റ് ഇതാണ്. പിന്നെ ഇതിന് ഞാൻ ഒന്ന് ലോജിക്കലി ഒന്നും കൂടെ ഒന്ന് ചുരുക്കി തരാം. നമ്മൾ പറഞ്ഞു ഈ സ്ട്രക്ചർ ചേഞ്ച് ചെയ്താലാണ് നമുക്കൊരു കൺഫർമേഷൻ, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? എല്ലാവർക്കും അത് ഓക്കെ അല്ലേ? അതിനുശേഷം ഡീലിംഗ് റേഞ്ച് വരച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? പക്ഷേ ഒരു ലോജിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ഇത്രയും പോയിന്റ്സ് ലിക്വിഡിറ്റി ക്രിയേഷൻ പോലെ ആയിരുന്നു. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഒരു ബൈയിങ് പ്രഷർ കയറിയ പോയിന്റ് ഏതാ? ഈ പോയിന്റ് അല്ലേ? ഇവിടെ നിന്നല്ലേ ബൈയിങ് കൂടുതൽ കയറി തുടങ്ങിയത്, ഈ ഒരു പോയിന്റിൽ നിന്ന്. ശരിയാണോ അല്ലയോ? അല്ലേ? കാരണം വിക്ക് പോലും ഇല്ല, ഇവിടുന്ന് ഒരൊറ്റ പോക്കാ പോയത്. ശരിയല്ലേ? അപ്പോ മാർക്കറ്റിന് എന്ത് സംഭവിച്ചു? ആ ഒരു 4 ഹവർ OBയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇതിന് താഴെ മാർക്കറ്റിന് ബോഡിയോട് കൂടി ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ലേ? അതെ. അതിനർത്ഥം എന്താണെന്നുള്ളതാണ്, സെല്ലേഴ്സ് തന്നെയാണ് കറന്റ്ലിയും പിടിമുറുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ബയേഴ്സിന്റെ ക്യാൻഡലിനെ താഴെയായിട്ടൊരു സെല്ലേഴ്സിന്റെ ക്യാൻഡിൽ ബോഡി ക്ലോസ് വെച്ചെങ്കിൽ അവിടെ സെല്ലേഴ്സ് പിടിമുറുക്കി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതൊരു അഗ്രസീവ് എന്നുള്ളത് ഒരു അതിൻ്റെ ഇച്ചിരി സേഫസ്റ്റ് പോലെ നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു ലോജിക്ക് തിങ്കിങ് സ്കീം കൂടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിലുണ്ട്. ക്ലിയർ അല്ലേ? സാർ ഇപ്പൊ കറണ്ട് എൻട്രിന്റെ കാര്യമാണോ പറഞ്ഞത്? ഈ ഒരു എൻട്രി ഓക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അതോ ഈ എൻട്രി ആണ് ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ ഇത് കഴിഞ്ഞു പോയി നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചാർട്ട് എടുക്കുന്ന സമയത്ത് ആ മുകളിലത്തെ എൻട്രി നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ മുകളിലത്തെ എൻട്രി മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ചാർട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ മുകളിൽ വരച്ചാണ് ആ 4 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് മിസ്സായി താഴത്തേക്ക് ക്യാൻഡില് രൂപപ്പെട്ടു. അപ്പൊ അത് കഴിഞ്ഞുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എങ്ങനെ വരുമെന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ല ഇപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഈ ലോജിക്കൽ തിങ്കിങ് കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹയസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽസുകൾ എന്ന് പറയുന്ന ഈ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഇതിന് താഴെ ബോഡി ക്ലോസ് വെച്ചപ്പോൾ ഓക്കെ,
മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്കൊരു പോയിന്റ് കിട്ടി, അല്ലെ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്കൊരു മനസ്സിലായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം, ഇതൊരു 4 hour FEG ആണ്. ഈ 4 hour FEG മിറ്റിഗേറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ലിക്വിഡിറ്റി അറ്റ്ലീസ്റ്റ് ഇതുവരെ ലിക്വിഡിറ്റി പോയിന്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മിറ്റിഗേറ്റ് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയിട്ട് അവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സിക്യൂഷൻസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം. No issues. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ്. അതല്ല ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ 1 hourന്റെ എന്തെങ്കിലും കീ ലെവൽ ഉണ്ട്, അല്ലെ 1 hourന്റെ എന്തെങ്കിലും കീ ലെവൽ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. ഇതപ്പാ ഇവിടെ ഒരു 1 hourന്റെ FEG ഉണ്ട്. ഓക്കെ, മാർക്കറ്റിന്റെ ട്രെൻഡ് വൈസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ഹയർ ടൈം ഫ്രെയിമിലാണ്. 1 hourന്റെ ഒരു FEG ഉണ്ട്. ഈ 1 hourന്റെ FEGയിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്ത ആ പോയിന്റിൽ ഞാൻ 5 മിനിറ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ ഇവിടെ എനിക്ക് MS കിട്ടി. ഈ ഒരു പോയിന്റിൽ MS കിട്ടി. മാർക്കറ്റ് ഇതുവരെ റിട്രേസ് ചെയ്ത് വന്നിട്ടില്ല ആ ഒരു ഏരിയയിലേക്ക്, പ്രീമിയം ഏരിയയിലേക്ക്. അങ്ങനെ പ്രീമിയം ഏരിയയിലേക്ക് റിട്രേസ് ചെയ്ത് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ FEG ആണ്. ഈ FEGയിൽ നിന്ന് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള എൻട്രീസ് നോക്കാം. ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഓക്കെ ആണോ? ഞാൻ അതിനെ ഫിൽട്ടർ ചെയ്തത് 1 hour വെച്ചങ്ങ് ഫിൽട്ടർ ചെയ്തു. കാരണം 4 hour എനിക്കിവിടെ കീ ലെവൽസ് ഇല്ല. 4 hour ഇവിടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. 4 hour FEG ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു. പിന്നെ ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഹയർ ടൈം ഫ്രെയിം ബയാസ് ഡൗൺ ട്രെൻഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു ക്യാൻഡിൽസിനെ ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ഡൗൺ ട്രെൻഡ് ആണെന്ന് എനിക്ക് കൺഫർമേഷൻ വന്നു. then ഞാൻ എന്ത് ചെയ്തു, 1 hourനെ ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്തു. അത് ഞാൻ എടുത്ത നരേറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? അത് നിങ്ങളുടെ വ്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെ വരുമ്പോൾ ഇവിടെ വേറെ കാര്യം കൂടെ ഉണ്ടായി. 1 hour FEG വന്നു. FEG വന്ന സമയത്ത് IDM ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, IDM ഉണ്ട്. ഓൾസോ മാർക്കറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ PD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ 1 hourൽ നോക്കുമ്പോൾ നിങ്ങൾ എക്സിക്യൂഷൻ ടൈം ഫ്രെയിം 15 മിനിറ്റിലോട്ട് നോക്കരുത്. 5 മിനിറ്റിലോ 3 മിനിറ്റിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ആ രീതിയിൽ വേണം നിങ്ങൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിലേക്ക് മാർക്കറ്റ് വ്യക്തമായിട്ടുള്ള ലിക്വിഡിറ്റിയോട് കൂടിയാണോ മാർക്കറ്റ് പോകുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലിക്വിഡിറ്റിയോട് കൂടിയല്ല മാർക്കറ്റ് പോകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ കൺഫർമേഷൻ എടുക്കുക. ഒരു MS കിട്ടുന്നു. MS കിട്ടിയതിന് ശേഷം ഒരു BOS കിട്ടാനും കൂടി വെയിറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. വ്യക്തമായിട്ടുള്ള ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതായത് ഈ ഇന്നിപ്പോൾ ഒരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടി. ആ ട്രേഡിൽ നിങ്ങൾ $50 ആണ് SL കീപ്പ് ചെയ്തത്. $50 ആണ് നിങ്ങൾ SL കീപ്പ് ചെയ്തത്. 1%. $50 SL കീപ്പ് ചെയ്തു. നിങ്ങൾ $100 ടീപ്പ് എടുത്തു. നാളെ നിങ്ങൾ എന്ത് ചെയ്തു, $25 കീപ്പ് ചെയ്തു. അത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ചിലപ്പോൾ ഒന്നൂടെ ടീപ്പ് അടിച്ചു. $25 നിങ്ങൾ SL എടുത്തിട്ടുള്ളൂ. $25 $50 ടീപ്പ് ചെയ്യും. അപ്പം അങ്ങനെ പല പല റിസ്ക് മാനേജ്മെന്റ് ആകുമ്പോഴത്തേക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് നമ്മളെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും നിങ്ങൾ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. അത് SL അടിച്ചാലോ തന്നെ TP അടിച്ചാലോ തന്നെ ആ സാധനം നിങ്ങൾ കീപ്പ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. പിന്നെ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് വളരെ പ്രോപ്പർ ആക്കി എടുത്താൽ മതി, ബാക്കിയെല്ലാം ശരിയാവും. ക്ലിയർ ആണോ? അപ്പോൾ ലിക്വിഡിറ്റി പോയിന്റിൽ IDM ഉണ്ടോ, അതേപോലെ തന്നെ എന്തുണ്ടോ എന്ന് നോക്കുക. IDM ഉണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ PD ഉണ്ടോ എന്നുള്ളത് കൂടെ നോക്കുക. ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ അന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു, സെഷൻ ലിക്വിഡിറ്റി. ക്ലിയർ അല്ലേ? അതായത് IDM PD അതല്ലാതെ ഒരു സെഷൻ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ടൂള് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം നിങ്ങൾ ഇവിടെ പോവുക, ഇൻഡിക്കേറ്ററിൽ പോവുക, അതിൽ നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ പോയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ICT കിൽസോൺസ് പ്ലസ് പിവിറ്റ്സ് എന്ന് പറഞ്ഞാൽ TFO എന്ന് അടിച്ചു കൊടുത്താലും മതി. ഷോർട്ട് നെയിം ആയിട്ട് അടിച്ചു നോക്കിയോ? TFO എന്ന് അടിച്ചു നോക്കുക. അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിനെ സ്റ്റാർ ചെയ്തിടുക. സ്റ്റാർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ നെക്കി ഓണാക്കി. കുറെ ലൈൻസ് ഒക്കെ കാണും. നിങ്ങൾ അത് കണ്ട് ബേജാറാവണ്ട. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു സംഭവം ഇന്റർഫേസ് വന്നു. നിങ്ങൾക്ക് കുറെ ലൈൻസും ഇതെല്ലാം ഉണ്ടാവും. ഞാൻ ഇച്ചിരി നീറ്റ് ആക്കിയതാ. എന്റെ ഇൻപുട്സ് കൂടെ ഞാൻ ഇതൊന്ന് നോട്ട് ചെയ്തു.
ഓ, ഇൻഡിക്കേറ്ററിൽ പോവാ. ഇൻഡിക്കേറ്ററിൽ പോയിട്ട് ജസ്റ്റ് TFO എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. ICT കിൽ സോൺസ് പ്ലസ് പിവറ്റ്സ് എന്നുള്ള സംഭവം വരും. TFO ഓക്കെ അല്ലേ? പൈവറ്റ്സ് എന്നുള്ള സംഭവം വരും. TFO എന്ന് വരും. അതിൽ നിൽക്കുക, സ്റ്റാർ ചെയ്യുക. സ്റ്റാർ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. കണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ അതെ ബ്രോ. ആ ഇതാണ് വന്നു. ഏഷ്യൻ ലോ, ഏഷ്യൻ ഹൈ, ലണ്ടൻ ലോ, അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നില്ലേ? ആ ആ അതെ വന്നു. ഇനി ഈ സെറ്റിങ്സ് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഞാൻ ഇതിനൊന്ന് കുറച്ചൊന്ന് എൻ്റെതായിട്ടുള്ള രൂപത്തിൽ ഞാൻ ഇതിനൊന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് നാളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമല്ലോ. ആരെങ്കിലും ഒരാളൊന്ന് എടുത്തിട്ടൊന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇത് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? സാറേ ഒന്നുകൂടി കാണിക്കാവോ? ഇതാ ഇത് എങ്ങനെ എടുക്കണേന്നാണ് കാണിക്കണേ, അതാണ് ചോദിച്ചത്. അല്ലല്ല, ഈ സെറ്റിങ്സ് ഇതാ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. സെഷൻ ഡ്രോയിങ് ലിമിറ്റ് നിങ്ങൾക്ക് എത്ര വേണേലും മാക്സിമം കൂട്ടിയിടാം. ടൈം ഫ്രെയിം ലിമിറ്റ് 1 ഡേ. ടൈം സോൺസ് ഇത് കൊടുക്കുക, അമേരിക്ക, ന്യൂയോർക്ക്. ലേബൽ സൈസ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. സ്മാൾ, നോർമൽ, ലാർജ്, അതിനനുസരിച്ച് ഇങ്ങനെ വലിപ്പം കൂടി വരും. എനിക്ക് ഇച്ചിരി ചെറുതായിട്ട് കാണുന്ന ഇഷ്ടം, അതുകൊണ്ട് സ്മാൾ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. സാറേ സെഷൻ ഡ്രോയിങ് ലിമിറ്റ് എത്ര ഇട്ടാക്കണം സാർ? അത് ഏതാ ഇതോ? അത് എത്ര, ഒരു 10 കോടിയാ കിട്ടോ? സാറേ ടൈം സോൺ നമുക്ക് ഇന്ത്യൻ ആണോ കൊടുക്കണ്ടേ? ടൈം സോൺസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ന്യൂയോർക്ക് ടൈം സോൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂയിൽ ഇപ്പൊ ടൈം സോൺ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ UTC-4 ആകുമ്പോൾ ഇട്ടേക്കണം ബ്രോ. അതായത് ന്യൂയോർക്ക് ടൈം ഫ്രെയിം തന്നെ ഇട്ടേക്കണേ, ടൈം തന്നെ ഇട്ടേക്കണേ. അത് നമ്മൾ ഇന്ത്യൻ ടൈം ഫ്രെയിം കൊടുത്തതിന് കുഴപ്പമില്ല കേട്ടോ. അത് അപ്പൊ സാർ ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യോ. ട്രേഡിംഗ് വ്യൂവിൽ ഏത് ടൈം സോൺ ആണ് കൊടുത്തിരിക്കുന്നത്? ഇതാ അത് ന്യൂയോർക്ക്. ന്യൂയോർക്ക്. അതാണ് ചോദിച്ചത്. ഓക്കെ, ഇത് കൊടുത്തു. പിന്നെ അതിനുശേഷം ഇത് ഷോ കിൽസോൺ ബോക്സസ് കൊടുക്കുക. ഏഷ്യ, ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക്. ആദ്യത്തെ 3 ഞാൻ ടിക്ക് ചെയ്തിട്ടു. ഓക്കെ അല്ലേ? ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യോ. ഓക്കെ, ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തു, സെറ്റ് ചെയ്തു. ഇനി വിഷയത്തിലോട്ട് വരാം. ഈ ഏഷ്യൻ ഹൈ, ഏഷ്യൻ ലോ, AH എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഹൈ എന്നുള്ളതാണ്. അതായത് ഏഷ്യൻ സെഷന്റെ ആ സമയത്തുണ്ടായതിന്റെ ഹൈ. ഏഷ്യൻ ലോ, AL എന്ന് കാണിക്കുന്നത് ഏഷ്യൻ ലോ എന്നുള്ളതാണ്. LH എന്ന് കാണിക്കുന്നത് ലണ്ടൻ ഹൈ ആണ്. LL എന്ന് കാണിക്കുന്നത് ലണ്ടൻ ലോ ആണ്. ഇതെന്ന് പറയുന്നത് ന്യൂയോർക്ക് ഹൈ, ഇതെന്ന് പറയുന്നത് ന്യൂയോർക്ക് ലോ. ക്ലിയർ അല്ലേ? കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് ഇത്രയും? ഇതിൽ ഈ ഏഷ്യൻ ഹൈ അല്ലെങ്കിൽ ഏഷ്യൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഷൻ ലിക്വിഡിറ്റിയാണ് അത് വിളിച്ചോതുന്നത്. അതായത് ഒരു സെഷൻ ലിക്വിഡിറ്റിയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഒരു ഏഷ്യൻ ഹൈ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു സെഷൻ ലിക്വിഡിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാറുണ്ട്. പൊതുവെ ഏഷ്യൻ ലോ വന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാറുണ്ട്? മാർക്കറ്റ് ഏഷ്യൻ ലോ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ലണ്ടൻ ഹൈ എടുത്തു കഴിഞ്ഞാൽ ആ ലണ്ടൻ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയാറുണ്ട്. ലണ്ടൻ ലോ എടുത്തു കഴിഞ്ഞാൽ ലണ്ടൻ ലോ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത. അതൊരു സെഷൻ ലിക്വിഡിറ്റിയാണ്. ക്ലിയർ ആയോ? പക്ഷേ ഈ ലിക്വിഡിറ്റി നിങ്ങൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള പോയിന്റാണ് ഞാൻ പറയാൻ പോണേ. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഡെയിലിയോ അല്ലെങ്കിൽ ഒരു 4 ഹവറിന്റെയോ ഓർഡർ ബ്ലോക്കോ FEG എന്തോ ആയിക്കോട്ടെ. 4 ഹവർ FEG ആണ്. ഓക്കെ, ഇപ്പോ നിങ്ങൾ ട്രേഡ് ചെയ്യാനിരിക്കുന്നത് ന്യൂയോർക്കിലാണ്. ഓക്കെ, നിങ്ങൾ ട്രേഡ് ചെയ്യാനിരിക്കുന്നത് ന്യൂയോർക്കിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂയോർക്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരുന്നതിന് മുന്നോടിയായി തന്നെ ഒരു ലണ്ടൻ ഹൈയും ഒരു ലണ്ടൻ ലോയും ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു ലണ്ടൻ ഹൈ എടുത്താൽ ഒരു സെല്ലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ലണ്ടൻ ലോ എടുത്താൽ ഒരു ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റിയും എന്നുള്ളതല്ലേ പറഞ്ഞേ? അല്ലേ? ആ അതായത് ഏഷ്യൻ ഹൈ എടുത്താൽ ഒരു സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റിയും ഏഷ്യൻ ലോ എടുത്താൽ ഒരു ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റിയും എന്നല്ലേ ഞാൻ പറഞ്ഞേ? ആ ക്ലിയർ ആയോ? ട്രെൻഡും കൂടെ മാച്ച് ചെയ്യണ്ടേ? ഇനി അടുത്ത കാര്യം, 4 ഹവർ FEGയിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, നമ്മളുടെ ഓവറാൾ ഇവിടെ ഉണ്ടായിരുന്ന ബയാസ് എന്തായിരുന്നു? സെല്ലായിരുന്നു, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു. ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ന്യൂയോർക്കിൽ ട്രേഡ് ചെയ്യാനിരിക്കുന്ന നമുക്ക് ലണ്ടൻ ഹൈ സീപ്പ് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് തലേക്കറിയോ? മനസ്സിലായി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ.
അതായത് അതായത് GBP/USD നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നരേറ്റീവ് ചെയ്ത് വെച്ചിരുന്നത് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ് മാർക്കറ്റ്. അവിടെ ഞാനൊരു സെൽ ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്? ശരിയാണോ അല്ലയോ? അതെ, സെല്ലാണ് അതെ നമ്മൾ അതെ, നോക്കുന്നത്. സെൽ ഓപ്പർച്യൂണിറ്റി ആണ് ഹയർ ടൈം ഫ്രെയിമിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട ഓപ്പർച്യൂണിറ്റി ഷോർട്ട് ആണോ അല്ലയോ? ഷോർട്ട് ആണ്. ഷോർട്ടാണ്. ലോങ് അല്ലല്ലോ, ഷോർട്ട് ആണ്. അപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് ഒരു ഏഷ്യൻ ഹൈ എടുത്താൽ സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റിയും ഏഷ്യൻ ലോ എടുത്താൽ ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റിയും, അതേപോലെ തന്നെ ലണ്ടൻ ഹൈ എടുത്താൽ സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റിയും ലണ്ടൻ ലോ എടുത്താൽ ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റിയും എന്നാണ്. ക്ലിയർ അല്ലേ? അതെ. എന്നാൽ നമ്മളുടെ ഈ പറഞ്ഞ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുവരണമെങ്കിൽ ഒന്നെങ്കിൽ ലണ്ടൻ ഹൈ സീപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ ഏഷ്യൻ ഹൈ സീപ്പ് ചെയ്യണം. ശരിയാണോ അല്ലയോ? അതെ. എങ്കിലല്ലേ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വരുള്ളൂ. അതെ. ആ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോയി ലണ്ടനിലോ സീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല. ക്ലിയർ ആയോ? നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിന്റെ നരേറ്റീവിനെ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിന്റെ നമ്മളുടെ ചിന്താഗതിയെ എങ്ങനെയാണ് ഒത്തിണക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 4 അവർ FEG ഉണ്ട്. എൻ്റെ ഈ ഒരു ലണ്ടൻ ഹൈ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ലിക്വിഡിറ്റി പോയിന്റ് മാത്രമാണ്, ഒരിക്കലും കീ ലെവൽ അല്ല. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാണ്. പലരും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു സെഷൻ ലിക്വിഡിറ്റിയെ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ഹൈയെ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ലോയെ അല്ലെങ്കിൽ ലണ്ടൻ ഹൈയെ ലണ്ടൻ ലോയെ അല്ലെങ്കിൽ ന്യൂയോർക്ക് ഹൈയെ ന്യൂയോർക്ക് ലോയെ ഒരു കീ ലെവലായിട്ട് എടുക്കുന്നത് ഞാൻ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. പലരുടെയും പല അക്കാദമികളിലും അതൊരു ഒരു സ്- ഒരു ഒരു എൻട്രി സെറ്റപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോകരുത്. അത് വൻ മണ്ടത്തരമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ചിന്താഗതിയിൽ വൻ മണ്ടത്തരമാണ്. കാരണം ഒരിക്കലും ഇതൊരു സെഷൻ ലിക്വിഡിറ്റി മാത്രമാണ്. നമ്മളുടെ IDM പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ PD പോലെയോ നമ്മളുടെ കിട്ടിയ സെറ്റപ്പിനെ ബലം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അല്ലാതെ നമുക്ക് എൻട്രി തരിക എന്നുള്ളതല്ല. നമ്മൾ എൻട്രി എടുക്കുന്നത് എവിടെ നിന്നാണ്? വ്യക്തമായിട്ടുള്ള കീ ലെവലിൽ നിന്നാണ്, സെഷൻ ലിക്വിഡിറ്റിയിൽ നിന്നല്ല. മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ആ അതായത് സാറേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 അവർ FEG ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ലണ്ടൻ ഹൈയും ഉണ്ട്. ശരിയല്ലേ? ഇവിടെ ഒരു ലണ്ടൻ ഹൈയും ഉണ്ട്. സാറേ ക്ലിയർ അല്ലേ? 4 അവർ ചാർട്ടായിട്ട് കാണിക്കാം 15 മിനിറ്റ്സിലിടക്കും. ഓക്കെ, ഇതാ ഈ ഒരു 4 അവർ FEG ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇതൊരു 1 അവർ FEG ആണെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ അത് 1 അവർ അല്ലേ നമ്മൾ എൻട്രി എടുക്കണം, 1 അവർ തന്നെ കൂട്ടാം നമുക്ക്. 1 അവർ FEG. ഓക്കെ, 1 അവർ FEG ഞാൻ മാർക്ക് ചെയ്യുന്നു. കീ ലെവൽ 1 അവർ FEG മാർക്ക് ചെയ്യുന്നു. നമുക്ക് എന്താണ് കീ ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് 1 അവർ FEG ആണ്. അപ്പോൾ എൻ്റെ മാർക്കറ്റ് ഇവിടേക്ക് വരണം. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഹണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ 15 മിനിറ്റിലേക്ക് വന്നു. 15 മിനിറ്റിലേക്ക് വന്നു. ഇവിടെ ലണ്ടൻ ഹൈ ഉണ്ട്. ശരിയല്ലേ? നമ്മളുടെ ഓവറോൾ ബയാസ് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു FEGയിൽ നിന്നിട്ടുള്ള ഷോർട്ടാണ് നമ്മളുടെ താല്പര്യം. അപ്പോൾ അതുകൂടാതെ ഇവിടെ ഒരു ലണ്ടൻ ഹൈ ഉണ്ട്. ശരിയല്ലേ? നമ്മൾ ന്യൂയോർക്കിലാണ് ട്രേഡ് ചെയ്യാനിരിക്കുന്നത്. ലണ്ടൻ ഹൈ ഉണ്ട്. ഈ ലണ്ടൻ ഹൈയും കൂടെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് ഈ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് MS തന്ന് ഈ ഒരു എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഈ IDMന്റെയും PDയുടെയും കൂടെ ഒരു ലിക്വിഡിറ്റിയും കൂടെ ആഡ് ഓൺ ആയി, സെഷൻ ലിക്വിഡിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് ലണ്ടൻ ലോ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഉറപ്പായിട്ടും ആ പോയിന്റ് ആണ് ക്ലിയർ. അതാണ് കറക്റ്റ് പോയിന്റ്. ഇപ്പൊ ലണ്ടൻ ഹൈ ബ്രോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കീ ലെവൽ വന്ന് ടാപ്പായി, ബ്രോയുടെ ടാർഗറ്റ് എവിടെയാ? ലണ്ടൻ ലോയാ, അടുത്ത ലിക്വിഡിറ്റി പോയിന്റാ. അതാണ് പോയിന്റ്. ക്ലിയർ ആയോ? ബ്രോയ്ക്ക് ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെയാണോ? ഓക്കെ. അപ്പോ എന്നാൽ ഈ ഒരു FEG ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചു? ഒരിക്കലും ഇതൊരിക്കലും നിങ്ങൾ എപ്പോഴും ഒരു ഷോർട്ടോ അല്ലെങ്കിൽ ഒരു ബൈയോ ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള കീ ലെവലിൽ നിന്നായിരിക്കണം എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ ഒരു FEGകൾ ഓർഡർ ബ്ലോക്ക് ഒന്നും തന്നെ ഇല്ല. ഈ ലണ്ടൻ ഹൈ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പോയി സെല്ല് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ എപ്പോഴും എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിലായിരിക്കണം. ഓക്കെ അല്ലേ? ആ ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിനെ അല്ലെങ്കിൽ നമ്മളുടെ എൻട്രിയെ സ്വാധീകരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ എൻട്രിയെ പവർഫുൾ ആക്കുന്ന കാര്യങ്ങളാണ് IDM, PD, അതേപോലെ തന്നെ സെഷൻ ലിക്വിഡിറ്റി.
ക്ലിയർ ആയോ? ഒരിക്കലും എൻട്രി തരുന്നതല്ല ഇത്. എൻട്രി തരുന്നത് എപ്പോഴും HTFന്റെ കീ ലെവൽസുകളാണ്. ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലുകളാണ് നമുക്ക് എപ്പോഴും എൻട്രി തരുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ ഞാനിത് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ കാരണം ഈ ഒരു FEG ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ഈ 1 അവറിന്റെ FEG ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ആ FEG അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ എൻട്രി എടുക്കാൻ പോകില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ലണ്ടൻ ഹൈയെ മാർക്കറ്റ് ടേക്ക് ഔട്ടും ചെയ്തു. ലണ്ടൻ ഹൈയെ മാർക്കറ്റ് പോയി ടേക്ക് ഔട്ടും ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ വെച്ച് ന്യൂയോർക്ക് ഓപ്പൺ ആയി. ന്യൂയോർക്ക് ഓപ്പൺ ആയി നമ്മൾ എന്താ അഭിപ്രായം എന്താ? ന്യൂയോർക്ക് ഹൈ പോയി എടുക്കുക, ഹൈ എടുക്കുക. ഓൾസോ ഇവിടെ എന്ത് സംഭവിച്ചു? 1 അവറിന്റെ FEG മാർക്കറ്റ് മിറ്റിഗേറ്റും ചെയ്തു. ഈ FEG മാർക്കറ്റ് മിറ്റിഗേറ്റും ചെയ്തു. അതായത് ഇവിടെ ലണ്ടൻ ഹൈ സെഷൻ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. IDM ഉണ്ട്. ഓൾസോ നമ്മളുടെ ഓവറോൾ ബയാസും സെല്ലായതുകൊണ്ട് തന്നെ ഈ ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള പിന്നെ ഒരു MS കിട്ടിയാൽ അത് വളരെ പവർഫുൾ ആയിട്ട് മാറും. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞതുപോലെ ടാർഗറ്റ് നിങ്ങൾക്ക് എവിടെ വരെ വെക്കാം? ലണ്ടനിലോ എടുക്കാം. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിവിടെ വന്ന് ലണ്ടൻ ഹൈ സീപ്പ് ചെയ്തു. ഞാനതങ്ങ് ഓഫ് ചെയ്യാം. അയ്യോ, ഇത് വേറെ. ലണ്ടൻ ഹൈ സീപ്പ് ചെയ്തു. സീപ്പ് സാർ ചെയ്തതിന് അവിടെ ശേഷം ഒരു എൻട്രി എടുക്കുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു അത് കാണിച്ചു. ഉറപ്പായിട്ടും കാണിച്ചു തരാം. ഇവിടെ വന്ന് ടാപ്പ് ചെയ്തില്ലേ? ഈ 1 അവർ FEGയിൽ വന്ന് ടാപ്പ് ചെയ്ത് നമ്മളുടെ ലണ്ടൻ ഹൈയും സീപ്പ് ചെയ്തതിന് ശേഷം ഈ FEGയിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്നു. 1 അവർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ. 5 മിനിറ്റ് ആണെന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു? അടുത്ത മേജർ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ക്ലിയർ ആണോ? ഒരു MS ഇവിടെ എവിടെ കിട്ടിയിട്ടുള്ളത്? താഴെ ലെഫ്റ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ മീൻസ് എവിടെ? ഇവിടെ. അല്ല സാർ, ആ റെഡ്. ഇവിടെ. അതെ അതെ. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സാർ എന്റെ ലെഫ്റ്റ് സൈഡിലുണ്ടോ? ലെഫ്റ്റും കൂടി ഇല്ലേ? അതും കൂടി ഇതോ? അതെ അതെ. ഞാൻ പറയുന്നത് ഇതൊരു MS ആന്ന് പറയുന്നത്. MS അല്ലേ? ഉറപ്പായിട്ടും MS അല്ലേ ഇത്? അതെ. ഉറപ്പായിട്ട് ഇവിടെ വെച്ച് MS കിട്ടി. അങ്ങനെയാണ് എങ്കിൽ അടുത്ത് നമ്മൾ കീ ലെവൽസ് ഡ്രോ ചെയ്യും അല്ലേ? വാലിഡ് ആയിട്ടുള്ള കീ ലെവലിൽ നിന്ന് നമുക്ക് എൻട്രി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതെ. അടുത്തിന്റെ കൂടെ ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. പ്രൈസ് എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് എന്ന് നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർ ആണോ? ലാസ്റ്റ് ഉണ്ടാക്കിയ 1 അവറിന്റെ ക്യാൻഡിൽസ് നമ്മളോട് പറയുന്ന ഒരു കഥ പ്രകാരം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ദെൻ ഒരു കൈൻഡ് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ്, ദെൻ 2 ക്യാൻഡിൽ അല്ലെങ്കിൽ 3 ക്യാൻഡിലിനുള്ളിൽ വീണ്ടും നമ്മളുടെ കീ ലെവലിലേക്ക് ടാപ്പായി. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് വളരെ അടിപൊളിയായിട്ട് ബയേഴ്സ് എൻ്റർ ആയി എന്നുള്ളതാണ് ഇതിനർത്ഥം. അതായത് ഇത്രയും ഏരിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈയിങ് സോണിനെയാണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു FEGയിലേക്ക് വന്ന വരവ് അത്ര സുഖമുള്ള വരവല്ല, ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അത് നമുക്ക് കിട്ടി. അപ്പോൾ 1 അവറിൽ നമുക്കവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്, കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. ഈ 1 അവറിൽ അതേ പ്രവൃത്തി തന്നെയാണ് 15 മിനിറ്റിലും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡബിൾ കൺഫർമേഷൻ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 അവറിൽ ഇങ്ങനെ വന്നു, 15 മിനിറ്റ് അല്ല 5 മിനിറ്റ്, സോറി 5 മിനിറ്റ് ആണല്ലോ 1 അവറിൻ്റെ ടൈം ഫ്രെയിം. 5 മിനിറ്റ് എടുത്തു. ഇവിടെ വെച്ച് നമുക്ക് പറയുന്നത് പോലെ എന്ത് കിട്ടി? MS കിട്ടി. ഞാൻ കട്ട് ചെയ്യാം. MS കിട്ടി. നമ്മളുടെ പ്രകാരം ഇനി അടുത്തെന്താ? ക്യാൻഡിൽ ക്ലോസ്, ആ വിക്കിന്റെ മേലെ ക്യാൻഡിൽ ക്ലോസ്. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരച്ചു അല്ലേ? വരയ്ക്കണ്ട നമ്മള്? വരയ്ക്കണ്ടേ? വരച്ചു. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരച്ചു. അതിന് മുമ്പ് 2 ക്യാൻഡിലെങ്കിലും ഒരു റിട്രേസ്മെന്റ് ആയിട്ട് വരട്ടെ. സ്പീഡ് കിടക്കട്ടെ. നെക്സ്റ്റ്. ഓക്കെ. മിനിമം ഒരു 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് അല്ലേ? ഇപ്പോൾ 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് കിട്ടി. ഞാൻ സിംഗ് ലോയും വരച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്ത് മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഏരിയ ആണ് എനിക്ക് എൻട്രി ഏരിയ. ശരിയല്ലേ? അല്ലേ? അതായത് ഓർഡർ ബ്ലോക്ക് അല്ലേ അത്? പ്രീമിയത്തിന് മുകളിലും അല്ലേ? ആണ്. ഓണേ.
1 അവറിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ എന്നാ പറയാ, പ്രൈസിന്റെ മൂവ്മെന്റ്സിനും പ്രൈസ് ആക്ഷൻ എന്ന് പറയാം. ഈ പ്രൈസിനെ എങ്ങനെയാണ് എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു സുഖക്കുറവുണ്ട്. ലാസ്റ്റ് വന്ന ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഒരു പ്രൈസിന്റെ മൂവ്മെന്റ്. അപ്പോൾ അതേ കണ്ടിന്യൂവേഷൻ ആണ് 15 മിനിറ്റിലും എനിക്ക് കിട്ടുന്നത് എങ്കിൽ, അല്ല സോറി 5 മിനിറ്റിലും എനിക്ക് കിട്ടുന്നത് എങ്കിൽ ഞാൻ പറഞ്ഞു ഡബിൾ കൺഫർമേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പകരം ഇവിടെ ഒരു നല്ല ഐഡിയമോട് കൂടിയൊക്കെ ആയിരുന്നു പ്രൈസ് വന്നിട്ട് ഇതിലേക്ക് മീറ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട, നേരെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എൻട്രി കയറാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ സെറ്റ് ചെയ്തു, കാര്യങ്ങൾ ഓക്കെ ആക്കി. ഓക്കെ, എങ്ങനെയാ പ്രൈസ് വരുന്നത് നോക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ 5 മിനിറ്റിന്റെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന പ്രൈസ് പേടിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ഇല്ല. ഓക്കെ, അതിനെ സാധൂകരിക്കുന്ന ഒരു ലോജിക്കൽ കാര്യം കൂടെ ഞാൻ അങ്ങ് പറഞ്ഞു തരാം. 5 മിനിറ്റിൽ ഞാൻ ഈ പ്രൈസിനൊന്ന് റീഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവിടുന്ന് ഒരു ഹയർ ഹൈ, ഹയർ ലോ, വീണ്ടും ഒരു ഹയർ ഹൈ, ദെൻ ഹയർ ലോ, ദെൻ വീണ്ടും ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, അങ്ങനെയാണ് പ്രൈസ് പോകുന്നത്. ശരിയല്ലേ? ഞാൻ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നല്ലൊരു കിഡിലൊരു ക്യാൻഡിലിനെ കാണാൻ പറ്റി. ഞാൻ ചാർട്ട് നോക്കിയത് ഇങ്ങനെയല്ല, ചാർട്ട് നോക്കിയത് ഒന്ന് സൂം ഔട്ടൊക്കെ ചെയ്ത് ഇവിടം തൊട്ടേ ഞാൻ ചാർട്ടിലൊന്ന് അനലൈസ് ചെയ്ത് വന്നപ്പോൾ ലോജിക്കൽ പരമായിട്ട് എനിക്കൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ, ഈ വലിയ ഈ ക്യാൻഡിൽ നമ്മളോട് എന്താ പറയണേ? ഈ ക്യാൻഡിൽ നമ്മളോട് എന്താ പറയണേ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ ഇത്? അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സപ്പോർട്ട് ഒരു ഏരിയ അല്ലേ? സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയ അല്ലേ? ഒരു സപ്പോർട്ട് ഏരിയ അല്ലേ? അതായത് ബൈയേഴ്സ് സെൻറ്റർ ആയ ഈ ഒരു ഏരിയ എനിക്ക് സപ്പോർട്ട് ഏരിയ എന്ന് വിളിച്ചൂടെ? ആ. ഞാൻ ലോജിക്കലി മാത്രം പറയണേ, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവരുത്. ഈ ഇത്രയും ബൈയേഴ്സ് സെൻറ്റർ ആയ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഇവിടെ നിന്ന് ബൈയേഴ്സ് വളരെ പവർഫുൾ ആയിട്ട് ഉണ്ടായി ഇവിടെ കൊണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഏരിയ ഞാൻ സപ്പോർട്ട് ഏരിയ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലയോ? തെറ്റില്ല. ഇല്ലല്ലോ. ഇല്ല. ആ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സലായി തുടങ്ങിയത്. നമ്മൾ 2 തവണ ചിന്തിക്കണം. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Clear. ആദ്യത്തെ കേസ് 1 അവറിൽ പി ഡി ഇല്ലായിരുന്നു. രണ്ടാമത്തെ കേസ് 5 മിനിറ്റിൽ എനിക്കൊരു എം എസ് കിട്ടിയെങ്കിലും വീണ്ടും ആ ഒരു പ്രീമിയം ഏരിയയിലേക്ക് വളരുന്നത് വളരെ പവർഫുൾ ആയിട്ടാണ്. മൂന്നാമത്തെ കേസ് ഈ പി ഡി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ജാഗരൂകനായി. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഞാൻ 5 മിനിറ്റിൽ എന്തെങ്കിലും വെല്ലുവിളി അല്ലെങ്കിൽ 15 മിനിറ്റ് എനിക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ നോക്കിയപ്പോൾ കറക്റ്റ്ലി മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സലാവണേ. ഞാൻ ഇവനെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. എനിക്കൊരു ഡബിൾ കൺഫർമേഷൻ കിട്ടട്ടെ. അതായത് ഡബിൾ കൺഫർമേഷൻ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്തത് ഇവിടെ ഒരു BOS കൂടെ കിട്ടട്ടെ. BOS കിട്ടിയതിന് ശേഷം ഞാൻ എൻട്രി നോക്കാം. ക്ലിയർ ആണോ? അതല്ലാതെ ഈ ഒരു കാര്യം ലോജിക്കലി ഒന്നും ചിന്തിക്കാതെ ചാടിക്കേറി ഇവിടെ ഇതിന് മേലെ SL കീപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിൽ വെക്കുന്നത് ഓർമ്മ കാണും, SL അടിക്കുന്നത് ഓർമ്മ കാണും. ക്ലിയർ അല്ലേ? അപ്പൊ MS കിട്ടി. ഇപ്പൊ എനിക്ക് ബലമായില്ലേ? ആയില്ലേ? എനിക്കൊരു MS കിട്ടി, BOSും കിട്ടി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചിന്ത വരും, ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ വരില്ലേ എന്നൊരു ചിന്ത വരും. അടുത്ത MS ആവില്ല? ഒരിക്കലും ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? പിക്ക് വെച്ചിട്ടേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, ബോഡി വെച്ച് ക്ലോസ് ചെയ്തിട്ടില്ല. ബോഡി വെച്ച് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് മേളിലേക്ക് വന്നേനെ. ശരിയായ ഓർമ്മയല്ലേ? ഓർക്കല്ലേ? ഇവിടെ MS കിട്ടി. ഞാൻ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഡബിൾ കൺഫർമേഷന് വെയിറ്റ് ചെയ്തു. BOSും കിട്ടി. തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് കിട്ടി. ഈ 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് കിട്ടി. ഇവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കാം. പ്രീമിയം വരച്ചിട്ട് ഇതായിരുന്നു ആ പ്രീമിയം ഏരിയ അല്ലേ? ആ പ്രീമിയം ഏരിയയിൽ എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു FEG ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻട്രി കയറാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ലോജിക്കൽ കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ SL കീപ്പ് ചെയ്യണോ? ഇവിടെ SL കീപ്പ് ചെയ്യണോ? ഇത് ഫസ്റ്റ് ഇവിടെ എൻ്റെ 2 ചോദ്യമാണ്. ഞാൻ ഇവിടെ SL കീപ്പ് ചെയ്യണോ? ഇതൊന്ന്. അതോ ഇവിടെ ഞാൻ SL കീപ്പ് ചെയ്യണോ?
ഇത് 2. ഏറ്റവും ഫസ്റ്റ് ഒറിജിനലി 2. ഇവിടെ 1 പറഞ്ഞു. ഇത് 2ആണ്. 1, 2 ഏതാ? ഒറിജിനൽ 1ആണോ 2ആണോ? 1 നിങ്ങൾ ഏറ്റവും ടെക്നിക്കൽ ലാസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് കേൾക്കണ്ട. നിങ്ങൾക്ക് ലോജിക്കലി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഫസ്റ്റ് ഒറിജിനലി. ഫസ്റ്റ് പോയിന്റ് കാരണം ഒറിജിൻ പോയിന്റ് ആയതുകൊണ്ട്, ശരിയല്ലേ? അതല്ലേ നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ് അതെ 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 അല്ലേ? അതെ. രണ്ടാമത്തെ നോക്കാം. അത് അതല്ലാതെ വേറെ എന്തെങ്കിലും? ഓക്കെ, രണ്ടാമത്തെ വെക്കാം. റീസൺ എന്താ? റീസൺ രണ്ടാമത്തെ മാർക്കറ്റ് ഡൗൺ തന്ന് പിന്നെയും മാർക്കറ്റ് മേലേക്ക് പുഷ് ചെയ്ത്, പക്ഷെ പുഷ് ചെയ്ത് പോയില്ല. അപ്പോ ആ അതൊരു ഹൈ ലാസ്റ്റ് സ്വിംഗ് ഹൈ എന്നുള്ള നല്ലൊരു രീതിയിൽ വെക്കാൻ പറ്റും സാറേ. നല്ലൊരു സപ്പോർട്ടായി കണക്കാക്കാം. അതിന്റെ മുകളിലേക്ക് സപ്പോർട്ടോ അത്ര റെസിസ്റ്റൻസോ? FPG ഒന്നുമില്ല. ഒരാൾ ഓരോരുത്തരായിട്ട് പറയോ, FPG ഇല്ല. ഓരോരുത്തരായിട്ട് പറയോ. സാറേ ലാസ്റ്റ് സ്വിംഗ് ഹൈ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് സിംഗ എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ ഒന്നല്ല എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ 2 ക്യാൻഡിൽ ട്രേസ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉവ്വ്. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്? ഏതൊരു പുള്ളിക്കാരി ഇപ്പൊ പറഞ്ഞല്ലോ. അത്രയും താഴെ പോയതുകൊണ്ട് ഇനി അത്രയും അങ്ങനെയാണ്. അല്ല, ഒന്നുകൂടെ ചിന്തിക്കും. പരമാവധി താഴെ ആ, അങ്ങനെ ചിന്ത വരട്ടെ. മാർക്കറ്റ് കേട്ടില്ല. പരമാവധി മാർക്കറ്റ് എന്ന് എത്ര കേട്ടില്ല. ഡൗൺക്ക് വോയിസ് ബ്രേക്ക് ആവണ്ട. ഇന്റെ കുഴപ്പമാണോ അതോ എല്ലാവർക്കും പുഷ് അങ്ങനെയാണോ? ചെയ്യുമ്പോ സെല്ലേഴ്സ് നല്ല അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. എക്സാക്ട്ലി ആ പോയിന്റ് ആണ് അവിടെ വേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എപ്പോഴും ആസ് എ SMC ട്രേഡർ എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷന് വേണ്ടിയാണ്. ശരിയാണോ? ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ അന്നത്തെ ക്ലാസ്സിൽ? ഓക്കെ ആണോ? ഓക്കെ അല്ല എല്ലാവർക്കും? ആസ് എ SMC ട്രേഡർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷന് വേണ്ടിയാണ്. ഇവിടെ എന്നാൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ അല്ലേ നടന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? അവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ അല്ലേ നടന്നത്? അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു ഓർഡർ ബ്ലോക്ക്, ഇവിടെ ഒരു FPG വരുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക്. ഇതിന് മുകളിലേക്ക് പ്രൈസ് പോയാൽ പിന്നെ എന്തായാലും ഇതിന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം SL. അതാണ് അതിന്റെ ലോജിക്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞു സാറേ. അതായത് നമ്മൾ ഒരു SMC ട്രേഡർ എന്നുള്ള രൂപത്തിൽ ഞാൻ FPGയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ആസ് എ SMC ട്രേഡർ എന്നുള്ള രൂപത്തിൽ നമുക്ക് എപ്പോഴും ഇംബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ പവർഫുൾ കുറവായിരിക്കും, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആയിരിക്കും എപ്പോഴും പവർഫുൾ കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടുത്തെ ഒരു ഏരിയയിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. മാർക്കറ്റ് ഇവിടെ വന്നു, ദെൻ മാർക്കറ്റ് ഒരു ഫാൾ നടന്നു, വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി, ദെൻ താഴേക്ക് വന്നു. അതായത് അവസാനമായിട്ട് ഈ ഫാളിന് കാരണമായതിന്റെ ഒരു മെയിൻ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. ആ ലോജിക്കലും ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നിങ്ങളത് മനസ്സിലാക്കാൻ പാടുപെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സംഭവിച്ചത് ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ അല്ലേ? അതെ ഇവിടെ സംഭവിച്ചത് ഒരു ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ അല്ലേ? അങ്ങനെ സംഭവിച്ചാൽ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകുന്നെങ്കിൽ, ഇതുവരെ പോയിട്ട് തിരിച്ചു വന്നില്ല എങ്കിൽ മാർക്കറ്റ് ഇതൊന്നും മിറ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങ് SL കീപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഓക്കെ, ഒന്ന് ഇവിടെ നിന്നാണ് ഈ ഒരു ഫൈനൽ ഫാളിന്റെ ഒറിജിൻ തുടങ്ങിയത്. അതിനുശേഷം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ക്യാൻഡിൽ അത്രയും പവർഫുൾ കുറവായിരിക്കും. അപ്പൊ എന്തായാലും ഇതിന് മുകളിൽ മാർക്കറ്റ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇതിനെ ബ്രേക്ക് ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് വെച്ചാൽ ഞാൻ പറഞ്ഞു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ MS കിട്ടി, BOS കിട്ടി, എൻ്റെ പ്രീമിയം ഏരിയ നോക്കി. ഈ പ്രീമിയം ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻട്രി കയറാം. ഈ പ്രീമിയത്തിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ടിൽ റണ്ണിങ് ആണ്, പ്രീമിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി കയറാം. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു പോയിന്റ്, നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ തൊട്ടുമ്പ് പറഞ്ഞതുപോലെ, ഇത് വേറെ സാധനം, സോറി, ടാർഗറ്റ് നിങ്ങൾ തൊട്ടുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ടാർഗറ്റ് ഏരിയ ഏതാണ്? ലണ്ടൻ ലോയാണ്. ശരിയല്ലേ? ലണ്ടൻ ലോയാണ് എൻ്റെ ടാർഗറ്റ്.
അപ്പോൾ ലണ്ടൻ ലോ ഇതുവരെ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ മാർക്കറ്റ് ഈ ലണ്ടൻ ലോ മിറ്റിഗേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, നമുക്ക് എൻട്രി ഒന്നും തന്നില്ല, ലണ്ടൻ ലോ വന്നിട്ട് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ഈ എൻട്രി നോക്കാൻ നിൽക്കരുത്, അപ്പോഴേ ലിമിറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തോണം. ക്ലിയർ ആയോ? കാരണം നമ്മളുടെ ടാർഗറ്റ് ഏരിയ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ സാർ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. HTF to LTF എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ യെസ് തന്നെ ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ലേ? യെസ് യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്കൊരു സംതൃപ്തി ഭയങ്കര കുറവായിരുന്നു. കാരണം ഭയങ്കര നോയ്സ് ആയിരുന്നു ക്ലാസ് മൊത്തം. അപ്പോൾ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓക്കെ ആയെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. സാർ FEG OB അല്ല ഒരു കാര്യം കൂടെ പറയാൻ ആദ്യം പറഞ്ഞില്ല. എന്തുവാ? FEG OB അല്ലാതെ ഒരു കാര്യം കൂടെ ഞാൻ ലിക്വിഡിറ്റി ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു തന്നെ അന്ന് നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, നോക്കായിക്കോട്ടെ. എക്സിക്യൂട്ടീവ് BSL-ഉം SSL ഓക്കെ അല്ലേ? BSL-ഉം SSL-ഉം അത് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ തന്നെയാണ്. വളരെ സിമ്പിളാണ്, പലരുടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നും നിങ്ങളിതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇതിൻ്റെ ബിഹൈൻഡ് ദ തിയറി നിങ്ങൾ അറിയണമെന്ന് ഞാൻ പറയില്ല. സിംഗ് ഐ സിംഗ് ലോ. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ 4 അവറിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ഞാൻ ഈ നോട്ടീസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് വന്നു, അതിനുശേഷം ഈ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ഇവിടെ ബ്രേക്കായി. ശരിയല്ലേ? ബ്രേക്കായില്ലേ? ഇവിടെ ബ്രേക്കായി. അപ്പോൾ ആ സമയത്തുണ്ടായ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലേ? അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു വീണു. അപ്പോൾ ഈ ഒരു ഹൈയെ, ഈ ഒരു സിംഗ് ഹൈയെ ആണ് നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ബൈസൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. അതായത് സിംഗ് ഐയെ ബൈസൈഡ് ലിക്വിഡിറ്റി എന്നും സിംഗ് ലോയെ SSL എന്നും പറയും. അപ്പോൾ അതും ഒരു കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി തന്നെ, അല്ല ഒരു കീ ലെവലായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു മേജർ ഹൈയെ നിങ്ങൾക്ക് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് വരുമ്പോഴും നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിം നോക്കിയിട്ട് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കയറാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്തെടുക്കാം? ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? എന്തായിട്ട് എടുക്കാം? SSL ആയിട്ട് എടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സിംഗ് ലോയെ SSL ആയിട്ടും സിംഗ് ഐയെ ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ടും നിങ്ങൾക്ക് കരുതാം. ഇപ്പൊ നമ്മുടെ ടൈം ഫ്രെയിം സാർ ഇപ്പൊ ന്യൂയോർക്ക് അല്ലേ ഇട്ടേക്കണം -4 അപ്പൊ അത് മാർക്കറ്റ് നമ്മുടെ ഇപ്പൊ ഇവിടെ വെളുപ്പിനെ 3:30 ഓപ്പൺ ആവണത്. അപ്പോ അവിടെ ആ ടൈമിൽ എത്ര ആയിരിക്കും അവിടെ? ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ടൈം ഫ്രെയിം ഇട്ടേക്കുന്നത് ന്യൂസിന്റെ കേസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയില്ല ബ്രോ. ഞാൻ നമ്മളെ നാട്ടിലെ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കിൽ കറക്റ്റ് ആ സമയത്ത് നോക്കിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. അതായത് നാട്ടിൽ നിങ്ങൾക്കൊരു ലണ്ടനിൽ ഒരു 11:30 ട്രേഡ് ചെയ്യാനിരിക്കാം, പ്രീ ലണ്ടൻ തൊട്ട് ട്രേഡ് ചെയ്യാനിരിക്കാം. 11:30, 12:30, 1:30, 2:30 വരെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം NYയിൽ വന്നിട്ട് നിങ്ങൾക്ക് 5:30 തൊട്ടിട്ടിരിക്കാം. 5:30, 6:30, 7:30, 8:30 വരെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഒരു 9:30 വരെ നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ന്യൂസ് ചാർട്ടിൽ ഇപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ പിന്നെ ടൈം കാണിക്കുമോ? ഇങ്ങനെ നോക്കാം. ഇതുണ്ട്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 അവർ കൊടുത്തു വിചാരിച്ചു 4 അവറിന്റെ ടൈം ഫ്രെയിമിൽ. ഇപ്പൊ എനിക്കിപ്പോൾ ഈ ക്യാൻഡലിലെ ടൈമാണ് കാണണ്ടേന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ വെച്ചാൽ കണ്ടോ 9 AM എന്ന് കണ്ടോ താഴെ? അപ്പൊ ഓപ്പണിംഗ് ടൈം എത്ര മണിക്ക്? ന്യൂയോർക്ക് എത്ര മണിക്ക് ഓപ്പൺ ആവും? ഒരു 5:30 മണിക്കോ? അതിന്റെ ടൈമിങ്സിന്റെ അലൈൻമെന്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം, അതിന്റെ ന്യൂയോർക്കിന്റെ ടൈമിങ്സിന്റെ കേസ്. ഓക്കെ, ഉറപ്പായിട്ടും ആ കിൽസോണിന്റെ ടൈം ഫ്രെയിം ആണ് ഞാൻ പറഞ്ഞത്. കിൽസോൺ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ലിക്വിഡിറ്റി പൂൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ലിക്വിഡിറ്റി ഉള്ള സമയത്തെയാണ് കിൽസോൺ എന്ന് വിളിക്കുന്നത്. അതായത് മേജർ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വോളിയംസ്, ഒരുപാട് പേര് ട്രേഡ് ചെയ്യാനിരിക്കുന്നു, ഒരുപാട് പേര് സെല്ലിടുന്നു, ബൈ ഇടുന്നു, ഓർഡേഴ്സ് വരുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വോളിയം കൂടുന്നത്. ആ വോളിയം ഉള്ള ഏരിയയാണ്, വോളിയം ഉള്ള സമയത്തെയാണ് കിൽസോൺ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഈ ഹൈ പോയിന്റിനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സിംഗ് ഐയെ ബൈസൈഡിൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ ബ്രോ, വളരെ സിമ്പിൾ ആണ് പരിപാടി. ഇപ്പൊ നിങ്ങൾ ഡെയിലിയിലും 4 അവറിലും മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ ഒരു ലോ പോയിന്റ് അല്ലേ, ഒരു സിംഗ് ലോ പോയിന്റ് അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റിനെ എനിക്ക് SSL ആയിട്ട് എടുക്കാം. ഇതൊരു സിംഗ് ഐ പോയിന്റ് അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റിനെ എനിക്ക് ബൈസൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഇതേപോലെ ഈ ഒരു പോയിന്റ് എന്താണ്? സിംഗ് ലോ അല്ലേ? ഈ ഒരു പോയിന്റിനെ എനിക്ക് എന്തായിട്ട് എടുക്കാം? ഒരു SSL ആയിട്ട് എടുക്കാം. അങ്ങനത്തെ രൂപത്തില്.
സിങ് ഐ സിങ് ലോ എന്നുള്ള രൂപത്തിൽ സിങ് ലോയെ BSSL ആയിട്ടും സിങ് ഐയെ BSL ആയിട്ടും എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ മേജോറിറ്റിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് FEG ഓർഡർ ബ്ലോക്കിന് തന്നെയാണ്. BSL SSL ഒക്കെ വേറെ കുറേ കാര്യങ്ങളൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ FEG ഓർഡർ ബ്ലോക്കിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇത് സാറേ VSL ഗോൾഡിന്റെ ആയിട്ട് എടുക്കാൻ പറ്റും ഗോൾഡിന്റെ ഈ ചാർട്ട് പോയിന്റ്. കൂടി ഒന്ന് നോക്കാവോ? സമയമുണ്ടോ? ഒരു prospect. പറഞ്ഞു ഇതിൽ പറഞ്ഞു. ചെക്ക് ലിസ്റ്റും മറ്റേ ഒരു ജേർണലിന്റെ ഒരു മോഡൽ കാണിച്ചു തരാന്ന് പറഞ്ഞു ഷെയർ ചെയ്യാൻ. ജേണലിൻ്റെ മോഡല് ഇപ്പം നിങ്ങൾ ആ ജേണലിൻ്റെ മോഡൽ ഞാൻ അത് സെറ്റ് ചെയ്ത് തരാം. അത് ഷാഫിയുടെ ക്ലാസ്സിൽ ഷാഫിയുടെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം. ചെക്ക് ഓക്കെ, ലിസ്റ്റോ? ചെക്ക് ലിസ്റ്റ് ഞാൻ രാവിലെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഇന്ന കാര്യങ്ങൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു കാര്യങ്ങൾ. വീക്കിലി ഡെയിലി 4 hour എന്നുള്ള 8 ടൈം ഫ്രെയിം, ഇത് എക്സിക്യൂഷൻ ടൈം ഫ്രെയിംസ്. നിങ്ങൾ എപ്പോഴും ഒരു കീ ലെവലിനെ ഡ്രോ ചെയ്യേണ്ടത് ഡെയിലി 4 hourലാണ്. നിങ്ങൾ വീക്കിലി ഡെയിലി 4 hour നോക്കുക, അതിനുശേഷം ഡീലിംഗ് റേഞ്ചസ് വരയ്ക്കുക, അതിനുശേഷം കീ ലെവൽ വരിക, കീ ലെവൽ വരുന്നിട്ട് ഡെയിലി 4 hourലുള്ള കീ ലെവൽസും കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡീലിംഗ് റേഞ്ചസും കാര്യങ്ങളും ഡ്രോ ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രൈസിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ സെയിം 4 hour ടൈം ഫ്രെയിമിലും നോക്കാം, 1 hour ടൈം ഫ്രെയിമിലും നോക്കാം, PD ADM കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം സെഷൻ ലിക്വിഡിറ്റികൾ നോക്കാം. എന്നിട്ട് വന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ലോവർ ടൈം 4 hour ആണെങ്കിൽ 15 മിനിറ്റിൽ എക്സിക്യൂഷൻ, ഡെയിലി FEG ഒക്കെയാണ് OB ഒക്കെ ആണെങ്കിൽ 1 hour എക്സിക്യൂഷൻ, 1 hour FEG OB ആണെങ്കിൽ 5 minute എക്സിക്യൂഷൻ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വ്യക്തമായിട്ടുള്ള ലിക്വിഡിറ്റീസ് നമ്മളെ പോയിന്റ്സിൽ ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ഓടിച്ചൊന്ന് പറയാം ഗോൾഡിൻ്റെ കേസ്. ഗോൾഡിൻ്റെ കേസിൽ വീക്കിലിയിൽ മാർക്കറ്റ് എന്താണ്? കറൻ്റ് നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. കാരണം ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? അപ്പിലേക്ക് മാർക്കറ്റ് പോകുന്നു. വീക്കിലിയിൽ ഞാൻ ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഏത് ഏരിയയിലാണ്? ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? അപ്പിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ഓൾസോ ഡെയിലിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലിയിലും താഴേക്ക് നോക്കി നോക്കാം. ഡെയിലിക്ക് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് കറന്റ് ഒരു പ്രീമിയം ഏരിയയിലാണ് മാർക്കറ്റ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഡെയിലിയിൽ ഒരു സെല്ലാണ്, വീക്കിലിൽ ഒരു ബൈ ആണ്. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? വീക്ക്ലി വീക്കിലിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ലെവൽസ് അവിടെ ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് ഈ ഒരു FEG നിങ്ങൾക്ക് നോക്കായിരുന്നു. ഈ ഒരു FEGയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കായിരുന്നു. ക്ലിയർ ആയോ? ഈ ഡെയിലി FEGയിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഇതാ ആ സെയിം ഏരിയയിൽ തന്നെ ഇതാ 4 hourൻ്റെ FEG ഓർഡർ ബ്ലോക്ക്സ് എല്ലാം ഉണ്ട്. ഇതാ 4 hourൻ്റെ FEG ഓർഡർ ബ്ലോക്ക് എല്ലാം ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് പ്രൈസ് വന്നത്? സഡൻ ഫാളാണ് വന്നത്, ശരിയല്ലേ? അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡബിൾ കൺഫർമേഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് വരാം 15 മിനിറ്റിലേക്ക് വരാം. 15 മിനിറ്റിലേക്ക് വന്നു. ഇതിൻ്റെ വേറെ ഒരു ലോജിക്ക് വശം കൂടെ ഞാൻ കാണിച്ചു തരാം. 15 മിനിറ്റിലേക്ക് വന്നു. 15 മിനിറ്റിലേക്ക് വന്നതിന് ശേഷം ഇതാണ് നമ്മളുടെ MS പോയിന്റ്, ശരിയല്ലേ? MS പോയിന്റ് ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇന്റേണലി എടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റേണലിയുള്ള സ്ട്രക്ചറാണ് വേണ്ടെങ്കിൽ ഇതാ ഇത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് MSS ആക്കി എടുക്കാം. ഓക്കെ, MSS ആക്കി എടുത്തു, ഇത് MS ആക്കി എടുത്തു. ഓക്കെ, ഇതിൽ വേറൊരു ലോജിക്ക് വശം നമ്മൾ പറഞ്ഞ ഡബിൾ കൺഫർമേഷൻ്റെ കേസുകളൊക്കെ പറഞ്ഞു. ഇതിൽ ഞാൻ വളരെ ലോജിക്കലി ഇതിനെ സംസാരിക്കുകയാണ്. ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള തീരുമാനിക്കാം. ഓക്കെ, ഇതിനെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു 4 hour FEGയിലേക്ക് അല്ലെങ്കിൽ 4 hour ഓർഡർ ബ്ലോക്കിലേക്ക് അവസാനമായി വന്നിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള 3 ബിയറിഷ് ക്യാൻഡിൽസ് ആണ് ഈ 3 ക്യാൻഡിൽ. 1 2 3, ശരിയല്ലേ? ശരിയാണോ അല്ലേ? എൻ്റെ വോയിസ് ഇപ്പോൾ ഓക്കെ അല്ലേ? സോറി കേട്ടോ. ഓക്കെ, ഓക്കെ, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഇത് വന്നു 4 hour FEGയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഇതിങ്ങനെ കിടക്കുക. ലാസ്റ്റ് ഈ ഒരു FEGയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത ഫൈനൽ 3 ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ലാസ്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള 3 ബിയറിഷ് ക്യാൻഡിലാണ്. 1 2 3, ഈ 3 ക്യാൻഡിൽ, ശരിയല്ലേ? അതായത്
ഇതിന് മുകളിൽ ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയ സെല്ലിംഗ് ക്യാൻഡിന് മുകളിൽ ബോഡി ക്ലോസ് ആയാലും എനിക്കിത് ബയ്യേഴ്സ് പവർഫുൾ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. എന്നാൽ ഈ ക്യാൻഡിന് മുകളിൽ എനിക്ക് ബോഡി ക്ലോസ് ആയാൽ എനിക്ക് പവർഫുൾ ആയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഈ ക്യാൻഡിന് മുകളിൽ എനിക്ക് ബോഡി ക്ലോസ് ആയാൽ പവർഫുൾ ആയി എന്ന് പറയാൻ പറ്റുമോ? പറ്റും. പറ്റും. അതാണ് ഇവിടുത്തെ ലോജിക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ ക്യാൻഡിലിനെയാണ് നമ്മൾ അവിടെ റീഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്കിവിടെ ഡബിൾ കൺഫർമേഷന്റെ ആവശ്യം വേണം നിർബന്ധമില്ല. കാരണം വേറൊരു ലോജിക്ക് നമ്മൾക്ക് കൂട്ടുപിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയോ? സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ട്രേഡിംഗ് സിനാരിയോയിൽ എന്ത് സാഹചര്യമാണോ വരുന്നത് ആ സാഹചര്യത്തിനടുത്ത് നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. ക്ലിയർ അല്ലേ? ഇപ്പം ഇത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള 3 ബിയറിഷ് ക്യാൻഡിലുകൾക്ക് മുകളിൽ ബോഡിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ ആരെ പേടിക്കണം? അവിടെ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അർത്ഥം. സ്ട്രോങ് പയ്യേഴ്സ് എൻ്റർ ആയി എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിങ്ങൾ പകരം ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറായ MSS എടുക്കുമ്പോൾ അവിടെ അഗ്രസീവ് ആവും, വെല്ലുവിളികളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പം അത് പേടിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു മേജർ സ്ട്രക്ചറിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പിന്തുണയ്ക്കുക. ഓക്കെ, ഇവിടെ MS കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ സിംഗിളോ സിംഗായി. എനിക്കിവിടെ എന്തുണ്ട്? ഡിസ്കൗണ്ട് ഏരിയയിൽ വാലിഡ് ആയിട്ടുള്ള FEG ഉണ്ട്. ആ FEG നിന്ന് എൻട്രി വെക്കാം. ഇതെൻ്റെ FEG, ഇതെൻ്റെ സിംഗിളോ, ഇതെൻ്റെ സിംഗായി. ഇതാ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഐഡിയയും കിട്ടി. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഐഡിയയും കിട്ടിയില്ലേ? ഒരു ലിക്വിഡിറ്റി കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി കിട്ടി. ദെൻ ഈ ഒരു ഏരിയയിൽ എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ആവും. 1:2 ഞാൻ ടാർഗറ്റ് വെച്ചു. ഇത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോഴും അത് റണ്ണിങ്ങിലാണ്. കറണ്ട്ലി അത് പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? നമ്മളുടെ ടാർഗറ്റ് ഇവിടെ ആകുമ്പോഴാണ് അത് എക്സിറ്റ് ആയി മാറുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ അതിനെ നോക്കി കാണേണ്ടത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്ര സമയം ഒരുപാട് വൈകി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇനിയിപ്പോൾ നമ്മൾ കാണണ്ടാവില്ല ടെക്നിക്കൽ സെഷൻസിൽ പരമായിട്ട്. കാരണം ഇത് ലാസ്റ്റ് സെഷനാണ്. നിങ്ങളുടെ സൈക്കോളജി ക്ലാസ്സുകൾ ഡീൽ ചെയ്യുന്നത് ഷാഫിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ അത് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലുതാണത്. ഓക്കെ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്കത് ഒന്നുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ എടുക്കൂല. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും അത് ഒരു വാക്കിൽ ഒതുക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമാവും. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഫ്രീ SMCയുടെ ലൈവ് സെഷൻ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നും അറിയാതെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ടാവുക. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നേടി എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. ഏത് സമയത്തും ഏത് പാതിരാത്രിക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഉണ്ടാവും, സപ്പോർട്ടിന് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഓക്കെ അല്ലേ? അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഇത് നമ്മളുടെ എക്സോറ ക്യാപിറ്റലിൻ്റെ ബ്രൗഷറാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെല്ലാം CRTയും ICTയും വോളിയം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ട്രേഡ് കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. നമ്മളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ SMC അല്ല, നമ്മളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് CRT ICT വോളിയം എന്ന് പറയുന്നതാണ്. അത് ഇതുവരെ കേരളത്തിൽ ആ ഈ CRTയിൽ നമ്മൾ ഡേയിലും 4 അവറിലും മാത്രമേ നോക്കുന്നുള്ളൂ. ലോവർ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യുന്നില്ല. അത് നോക്കാറുണ്ട്. അതിന് വേറെ ടൈപ്പ് എന്നൊക്കെ പറയും, കിസ് ഓഫ് ഡെത്ത് എന്നൊക്കെ പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാണ് കേരളത്തിലെ ഫസ്റ്റ് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു CRT ICT കൂടാതെ വോളിയം കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത നമ്മളാണ്. അപ്പോൾ ICT അക്കാദമീസ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ CRTയും വോളിയം എല്ലാം കൂടെ കമ്പിനേഷൻ ചെയ്ത് വളരെ അടിപൊളിയായിട്ടുള്ള വിന്നിങ് റേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട എന്നുള്ള സിസ്റ്റമാണിത്. അതായത് ഇതിന് മുകളിൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വേറൊരു അക്കാദമിയെ തേടി നിങ്ങൾ ഒരു കാരണവശാലും വെളിയിൽ പോകണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ വാഗ്ദാനമല്ല, അതാണ് ഞങ്ങളുടെ മോട്ടീവ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ രൂപത്തിലാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൗണ്ടേഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ ഗോൾഡിന് മാത്രമായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലം ഒരു സാധനം ഗോൾഡിന് മാത്രമായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഇത് മോർ ദാൻ 70% ആണ് ഗോൾഡിൻ. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് ഇതിൽ കംപ്ലീറ്റ്ലി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അതായത് ഈച്ച് ആൻഡ് എവരി വൺ, അതായത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു SL അടിച്ചാലോ TP അടിച്ചാലോ എന്തുകൊണ്ട് അടിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് SL അടിച്ചാലോ എന്തുകൊണ്ട് TP അടിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ട്രേഡർ അല്ല എന്നുള്ളതാണ് അർത്ഥം.
അപ്പോൾ അതിന് കൃത്യമായൊരു നോളജ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിനും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സിനാരി ഉണ്ട്, ഒരു പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് പ്ലാൻ ഉണ്ടാവണം. ആ ട്രേഡ് പ്ലാൻ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്ക് പോലും ഇതിൽ കുത്തിക്കയറ്റിയിട്ടില്ല. എല്ലാം വേണ്ടായിട്ടുള്ള ക്ലിയർ കട്ട് കാര്യങ്ങളാണ് ഇത്. ഇതിലൂടെ നിങ്ങൾ പക്ക ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രോ എഡ്ജ് എന്നുള്ളൊരു മൂഡിലേക്ക് നിങ്ങൾ എത്തും. അത് തന്നെയാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളതും. അപ്പെക്സ് സെനിത് മാസ്റ്ററി എന്നുള്ളതിൻ്റെ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും ആ ഒരു കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ ബിഫോർ എക്സവറ ആഫ്റ്റർ എക്സവറ എന്നുള്ള രൂപത്തിലെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് ആ ഒരു രൂപത്തിലാണ്. ഓക്കെ അല്ലേ? കാരണം ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ട. നിങ്ങളൊരു ട്രേഡിങ്ങിനെ വളരെ പ്രൊഫഷണലി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. നിങ്ങളുടെ ചോയ്സാണ്. ഇത് ആരും നിർബന്ധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നിരാശപ്പെടേണ്ടി വരില്ല എന്നൊരു വാഗ്ദാനം മാത്രം. ഓക്കെ, ആ ഒരു കാര്യമേ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണോ? ഇത് ഓൺലൈനാണ്. ഓൺലൈൻ. എത്ര ദിവസം സാറേ? നമ്മൾ ഏകദേശം ഒരു 1 മന്ത് വേണ്ടി വരും. ഒരു 15-16 സെഷൻ വരും. വളരെ വളരെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ്. നമ്മൾ ബിഗിനറും അല്ല ഇന്റർമീഡിയറ്റും അല്ല, അഡ്വാൻസ്ഡ് ഒന്നും പറഞ്ഞാൽ പോരാ, പ്രോ എഡ്ജിലേക്കാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു ക്യാൻഡിൽ നോക്കി നിങ്ങൾക്ക് ഇതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. അതിലേക്ക് വോളിയം കൂടെ വരുമ്പോഴത്തേക്ക് വളരെ പവർഫുൾ ആയിട്ട് മാറുന്നു. അതുപോലെ വേറെ ഡൗട്ട്, നമ്മളിപ്പോ എസ്എംസിയുടെ ക്ലാസ് വോളിയം എങ്ങനെ നോക്കല്? അത് ക്ലാസ്സിലുള്ളായിരുന്നു ബ്രോ. ഓക്കെ, പറ. എസ്എംസിയുടെ ക്ലാസ്സിൽ ഇനിയിപ്പോ എസ്എംസിയുടെ ക്ലാസ് അതിന്റെ കോഴ്സിന്റെ ഫീസ് എങ്ങനെയാ സാറേ? അപ്പൊ പറയാം ബ്രോ. ബ്രോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോ ബ്രോ. നമ്മള് ട്രേഡ് എടുത്ത് സ്വന്തമായിട്ട് തുടങ്ങാണോ വേണ്ടത്? അതോ ഇനി വരുന്ന സെഷൻസിൽ ഒരു ട്രേഡ് അല്ല, ഇനി നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം. കാരണം ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ എക്സിക്യൂഷൻ ടൈം ഫ്രെയിം ആണ്. എക്സിക്യൂട്ട് ചെയ്ത് കുറെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. അത് റെഡിയായി വരിക എന്നുള്ളതാണ്. നിങ്ങൾ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ടും സ്വന്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു മെന്ററുടെ സഹായത്തോടു കൂടി എക്സിക്യൂട്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ബ്രോ, അങ്ങനൊന്നും അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു ബ്രോ ഉദ്ദേശിച്ച ഒരു മെറ്റാ ട്രേഡർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോ ഉദ്ദേശിച്ചത്. അത് വളരെ ബ്രോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താലും കാര്യങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നെക്സ്റ്റ് സൈക്കോളജിയുടെ ക്ലാസ്സിൽ അതിനെ സെറ്റ് ആക്കി തരാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഒന്നും തന്നെ ഇല്ല. ബ്രോയ്ക്ക് ഒരു പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ സിമ്പിൾ ഒന്നുമില്ല, പോയി അവിടെ പോയി അടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് ചെയ്യാം. അതല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയാൽ ഉറപ്പായിട്ട് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ആദ്യമേ സാറേ ഡെമോ ചെയ്യണോ അതോ നമ്മള് ഒയ്യോ, ഡെമോയിലൊക്കെ വെറുതെ ചെയ്ത് സമയം വേസ്റ്റ് ആക്കരുത്. ഒരു ഇമോഷനും ഇല്ലാത്ത മണിയെ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല. അറിയണം, കാശ് പോകുന്നതിന്റെ വേദന അറിയണം, എങ്കിലേ പഠിക്കുള്ളൂ. അതുകൊണ്ടാ സൈക്കോളജി നമ്മൾ അടിച്ചടിച്ച് ഉരുക്കാക്കാന്ന് പറയില്ലേ, ആ ഒരു രൂപമാണ് അത്. അങ്ങനെ ആവണം. വെർച്വൽ മണി വേണ്ടി ചെയ്യണ്ട, റിയൽ മണി തന്നെ ചെയ്യും. നിങ്ങൾക്ക് എത്രയാണോ ബാധിക്കാത്ത എമൗണ്ട് ആ എമൗണ്ടിൽ ചെയ്താൽ മതി. ഒരുപാട് എമൗണ്ട് ഒന്നും കൂട്ടണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിന്റെ എമൗണ്ടിന്റെ കേസ് ചോദിച്ചിരുന്നു ഒരുപാട് പേര് അല്ലേ. ഇതിന്റെ ഈ ഒരു CRT അൾട്ടിമേറ്റ് എഡ്ജിങ് കോഴ്സിന്റെ ഒരു എമൗണ്ട് ചോദിച്ചിരുന്നു. നമ്മളിത് കറൻലി നമ്മളിത് 50-നാണ് നമ്മൾ പൊതുവെ കൊടുക്കുക. പേഴ്സണൽ മെന്റർഷിപ്പ് ആണെങ്കിൽ 50-നാണ് കൊടുക്കാറുള്ളത്. ഇത് നമ്മളിപ്പോൾ കറൻലി ഇട്ടേക്കുന്നത് 30-നാണ്. ആ 30-ൽ നമ്മളെ SMCയിൽ ഫ്രീ സെഷനായിട്ട് വരുന്ന ആൾക്കാർക്ക്, SMC ഫ്രീ സെഷനായിട്ട് വരുന്ന ആൾക്ക് നിങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്നല്ലോ കാര്യങ്ങൾ. ഇതാണെങ്കിൽ എത്രയാണോ നിങ്ങൾ ടോട്ടൽ ക്യാപിറ്റലിന്റെ ROI ക്രിയേറ്റ് ചെയ്യുന്നത്, എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾ ടോട്ടൽ ക്യാപിറ്റലിന്റെ എത്ര പെർസെൻറ്റേജ് അപ്പിലാണോ അത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട്. ഇനിയിപ്പോൾ 100% അപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈം സ്പാൻ തരുന്നത്, അതായത് നാളെ സൈക്കോളജിയുടെ സെഷനും കൂടെ ഈ വീക്കും കൂടെ കഴിയുമ്പോഴത്തേക്ക് 2.5 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 3 ആഴ്ചയാണ് നോക്കുക. ആ 3 ആഴ്ച നോക്കിയിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഈ ഒരു പ്രോഫിറ്റിന്റെ എഡ്ജും കാര്യങ്ങളും അതേപോലെ തന്നെ കൺസിസ്റ്റൻസിയും റിസ്ക് മാനേജ്മെന്റും എല്ലാ കാര്യങ്ങളൂടെ നോക്കിയിട്ടായിരിക്കും അതിൽ വിന്നർ ആരെന്ന് പ്രഖ്യാപിക്കണേ. ആ വിന്നറിനായിരിക്കും ഇത് ഫ്രീ സെഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം പേയ്മെന്റ് ആയിരിക്കും. എത്രയാണോ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന്റെ അത്രയും പെർസെൻറ്റേജ് കുറച്ച് തരും. ഓക്കെ അല്ലേ? ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിതിന് വളരെ പ്രൊഫഷണലി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് സ്കില്ലാണിത്. നിങ്ങൾ 30,000 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് തന്നെയാണ്, ഉറപ്പായിട്ടും വലിയൊരു എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഇതൊരു ലൈഫ് സ്കില്ലാണ്. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ അല്ലേ? നിങ്ങൾ വെറുതെ ഒരു അക്കാദമികൾക്ക് പോയി ഒരു പൈസ കൊടുക്കുന്നതിലും ബെറ്റർ. ഇപ്പോൾ SMC പോലും ഞാൻ പഠിച്ചത് 30,000 രൂപ കൊടുത്തിട്ടാണ് SMC പഠിച്ചത് പോലും.
ഓക്കെ, ആ ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് സെർവ് ചെയ്തത്. അപ്പോൾ ഒരു പൈസ നമ്മളൊരു സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം വിലപ്പെട്ടതാവണം എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങളാണ്. പല അക്കാദമികളുണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എവിടെയും ചൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷേ ആ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എവിടെ ഇറക്കണം എന്ന് ചിന്തിക്കേണ്ട നിങ്ങളാണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ നടന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും അതേപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇപ്പോൾ ഒരു CRT ICT വോളിയം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഇത്രയും ഒരു കിടിലം ഒരു പ്രോജക്റ്റ് കോൺസെപ്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് വേറെ എവിടെയും വേറെ ഒരു അക്കാദമിയും സെക്കൻഡ് ഓപ്ഷന് പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റ അക്കാദമിയേ ഉള്ളൂ, അത് എക്സോറ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഒരു ഡൗട്ട് ചോദിച്ചത് സാറേ. പറഞ്ഞു. ഇപ്പൊ വേറെ അക്കാഡമിയിലൊക്കെ നമ്മളിപ്പോ അഡ്വാൻസ് SMC ICT അങ്ങനെ കുറെ പഠിക്കുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും അതിനെ നോക്കുമ്പോൾ നമുക്കിപ്പോ CRT ICT വോളിയമുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, ICT കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ കുറെ ലെവൽ കീ ലെവൽ പഠിച്ചു. ഒരു സെക്കൻഡ്, മിക്ക അക്കാഡമി നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ അഡ്വാൻസ് SMC അവർ പഠിപ്പിക്കും, അല്ലെങ്കിൽ ICT അവർ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം പോകുന്നത്. മനസ്സിലായി. ബ്രോ ചോദിച്ച ചോദ്യം ക്ലിയർ ആയി. എന്താണ് അതിൽ നിന്ന് ഇതിലൊരു മേൽക്കോയ്മ എന്നുള്ളതാണ് ബ്രോ ചോദിച്ചത്. അതെ അതെ. ഓക്കെ, ഇപ്പോ ICT എന്ന് പറയുമ്പോൾ ICT ഒറ്റയ്ക്ക് നിന്നത് കൊണ്ട്, കാരണം ഞാൻ എൻ്റെ ആദ്യമേ പറഞ്ഞുതരാം, ഞാൻ ആദ്യം SMC വെച്ച് ട്രേഡ് ചെയ്തിരുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞ് SMC ICT ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം എൻഗൾഫിംഗ് ബാർ പാറ്റേൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം CRT ICT ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം CRT ICT വോളിയം ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇതിന് ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ICT എന്ന് പറയുന്ന സാധനം ബ്രോ പഠിക്കുന്ന സമയത്ത് അത് ബ്രോ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ICT എന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ബ്രോക്ക് FEG, ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് സെൽ സൈഡ്, ഇത്രയും കീ ലെവൽസാണ് ബ്രോയ്ക്ക് അറിയാം അല്ലേ? അപ്പോൾ ഈ കീ ലെവലിൽ വരുമ്പോഴാണ് ബ്രോയ്ക്ക് അവിടെ എൻട്രിയും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ ഒരു ICT കോൺസെപ്റ്റ്സിലേക്ക് കയറുമ്പോൾ ഒരു 4-5 ഒരു കീ ലെവലൂടെ ആഡ് ഓൺ ആവും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ പലയിടത്തും ICT കോൺസെപ്റ്റ്സിൽ ഒരു ക്യാൻഡിലിനെ റീഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഒരു OHLC OLHC എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്യാൻഡിലിനെ റീഡ് ചെയ്യാൻ അറിയാതെ എങ്ങനെയാണ് അവൻ ട്രേഡർ ആവുക? ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു കീ ലെവൽ വരുന്നു, ഒരു SMT പഠിപ്പിച്ചേക്കാം. പക്ഷേ ഒരു SMT വാലിഡ് ആയിട്ട് എങ്ങനെ ഒരു SMT നോക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് എപ്പോഴും ഒരു 5 രീതിയിലെ പ്രൈസ് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു 5 രീതി എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, ടൈം ഫ്രെയിംസിന് ഇമ്പോർട്ടൻ്റ് എന്താണ്, ടൈമാണോ പ്രൈസ് ആണോ ഇമ്പോർട്ടൻ്റ്, ആ കാര്യങ്ങളെല്ലാം മാർക്കറ്റ് വീക്ക്ലി പ്രൊഫൈൽസ്, ഒരു വീക്ക്ലിയിൽ പോലും പ്രൈസ് റീഡ് ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ICTയിൽ നമ്മൾ ലേൺ ചെയ്യും. അതായത് ഞാൻ പറഞ്ഞ പഠിക്കേണ്ട കാര്യങ്ങൾ ICTയിൽ പഠിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ആ ICT ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ICT ഒരു കോൺസെപ്റ്റ് ആണ് CRT. അപ്പോൾ CRT ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അവിടെയാണ് കളി മാറുന്നത്. ഓക്കെ, ആ CRT ഇത് ഈ ഒരു കോഴ്സ് മാത്രമല്ല, ഇതിന് ഇനി വേറെ ഒന്നുമില്ലല്ലോ? ഇത് ലാസ്റ്റ് ഇല്ല, ഇത് ലാസ്റ്റ്, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനപ്പുറത്തേക്ക് ഞാൻ ബ്രോ പറഞ്ഞില്ലേ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എടുത്താൽ വേറെ ഒരു അക്കാദമിയിൽ പോയി ബ്രോയ്ക്ക് ട്രേഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ബ്രോ അക്കാദമിയിൽ പോയി വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പാർട്ട് പേയ്മെന്റ് ഉണ്ടോ? പാർട്ട് ടൈം പേയ്മെന്റിന്റെ കേസ് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഒറ്റ പേയ്മെന്റ് എന്നുള്ള രൂപത്തിലാണ്, നമുക്ക് ചിന്തിക്കാൻ നോക്കാം. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഈ ICT വോളിയത്തില് സിലബസ് എങ്ങനെ CRT ICT ഓക്കെ, അതില് പഠിപ്പിക്കുന്ന കാര്യങ്ങള് ബ്രോ ഒന്ന് പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്താ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, ഇതിലും ബ്രോക്ക് കാണാം. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, ഇതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ഓൺ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, എന്നിട്ട് ആ ഒരു ICT CRT ഇന്റർമീഡിയറ്റ്, അതായത് എവിടെ SL വെക്കണമെന്നും എവിടെ വ്യക്തമായിട്ട് TP വെക്കണമെന്ന് പോലും കൃത്യമായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞു തരും. എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ്. അതായത് ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയില്ലേ, ഇനി നിങ്ങൾക്ക് ഇതിൽ സംശയം തോന്നേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള രൂപത്തിൽ വരില്ല. ഓക്കെ, ഇത് നമ്മൾ വെക്കുന്ന ഗ്യാരണ്ടിയാണ്. ഞാൻ പറഞ്ഞത് SMCയുടെ ക്ലാസ്സിന്റെ തുടക്കം ഞാൻ പറഞ്ഞിരുന്നു, ഇത് കണക്ക് എന്ത് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ ഇതുവരെ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വസ്തുത. ഓക്കെ, അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ആണ്. ഓക്കെ, കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം ഈ ഒരു കോൺസെപ്റ്റിലാണ് ബ്രോ. അപ്പോൾ നമുക്ക് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അതിലേക്ക് വോളിയം കൂടെ വരുമ്പോഴാണ് അത് പക്ക പവർഫുൾ ആയിട്ട്. ഈ ക്ലാസ് അപ്പോൾ എന്നായിരിക്കും തുടങ്ങുന്നത്? അതാ ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് 2.5 ആഴ്ച സ്പാൻ ഉണ്ട്. 2.5 ആഴ്ചയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം. 2.5 ആഴ്ച നിങ്ങൾക്ക് മത്സരിക്കാം.
ഓക്കെ, നമ്മളുടെ മറ്റേ പറഞ്ഞിരുന്നല്ലോ, നമ്മളുടെ ഇതണക്ക് ഒരാൾ ആരാണോ വിന്നർ ആവുന്നത് അവർക്ക് നമ്മൾ ഇതണക്ക് ഫ്രീ ആയിട്ട് ഇത് സെർവ് ചെയ്യും എന്നുള്ള കേസിൽ ബാക്കിയുള്ളവർക്ക് എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അതല്ലാതെ പുറത്തും നമ്മളിത് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. സാറേ അപ്പോൾ ഇപ്പൊ അങ്ങനത്തെ രൂപത്തിലായി. നമ്മളിപ്പോ ചെയ്യുന്ന ക്യാപിറ്റൽ സാറ് സംസാരിച്ചു ചെറിയൊരു ക്യാപിറ്റൽ നമ്മൾ ചെയ്യണം. അപ്പൊ ആ ക്യാപിറ്റൽ അനുസരിച്ചിട്ടാണ് നോക്കുന്നത് പെർസെന്റേജ്? അങ്ങനെയല്ല, ക്യാപിറ്റൽ ഇത് മാറ്റർ അല്ല ബ്രോ. ഇപ്പൊ ബ്രോ ഒരു $100 ആണ് ട്രേഡ് ചെയ്യണേ, ചിലപ്പോൾ ഒരു $50 ആയിരിക്കും ബ്രോ ട്രേഡ് ചെയ്യണേ. അതെ. അതിന്റെ മൊത്തത്തിലുള്ള ROI, അതിന്റെ മൊത്തത്തിൽ എത്ര പെർസെന്റേജ് ബ്രോ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അത് എത്രമാത്രം റിസ്ക് മാനേജ്മെന്റ് കൺസിസ്റ്റൻസിയോട് കൂടി. ഇപ്പോൾ ഒരാൾ വന്ന് ഒറ്റ ട്രേഡിൽ ഒരു $10, $500, $1000 ഒറ്റ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അതിന്റെ റിസ്ക് മാനേജ്മെന്റ് കൺസിസ്റ്റൻസി എല്ലാം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അത് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ IBയുടെ അണ്ടറിലുള്ളവരെ മാത്രമേ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സാറേ ഇപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് ചെയ്തേക്കുന്നത് മൈക്രോ അക്കൗണ്ട് ആണ്. അപ്പൊ അതിനകത്ത് MT4 ചെയ്യാൻ പറ്റും. അപ്പൊ കുഴപ്പമുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? MT4-നെക്കാട്ടി നല്ലത് ഒരു MT5 തന്നെ ചെയ്യണമായിരിക്കും നല്ലത്. കാരണം സ്പ്രെഡ് ഒക്കെ കൂടുതലായിരിക്കുമല്ലോ. പറഞ്ഞാൽ സാറ് സ്പ്രെഡ് അത് വള്ളിക്കട്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ ന്യൂസിന് ടൈം കൂടെ ആയതുകൊണ്ടേ അതെ അതെ. സീറോ സ്പ്രെഡ് എന്നുള്ളത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എത്ര പറഞ്ഞ $100 ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ? ഞാൻ 50 ആയിരുന്നു പറഞ്ഞത്. ഓക്കെ ഓക്കെ, മനസ്സിലായി. മാക്സിമം സീറോ സ്പ്രെഡ് എന്നുള്ള രൂപത്തിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നോട് പറഞ്ഞ 100 ഇട്ടിട്ട് 50 വിഡ്രോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഇത് അവര് 1-2 ട്രേഡ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തായാലും അങ്ങനെ നോക്ക്. അപ്പൊ ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ IBയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നമ്മുടെ പ്രോ കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, നിരാശപ്പെടേണ്ടിയും വരില്ല, നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, മുടക്കുന്ന പൈസയ്ക്ക് അതിന് ഡബിൾ ഗ്യാരണ്ടിയിൽ ഞങ്ങൾ അതിനുള്ള പരിപാടികളും കാര്യങ്ങളും ചെയ്യും. ഫുൾ സപ്പോർട്ട് എല്ലാ രീതിയിലും. ഇത് ഫ്യൂച്ചേഴ്സ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് പലയിടത്തും. ഇത് കണക്ക് മറ്റേ ഒരു ചെല്ലർ അക്കൗണ്ട്സ് മാത്രമായിരിക്കും, നമ്മളിത് ഫ്യൂച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചേഴ്സിന്റെ കേസുകളും എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഒരു ഡൗട്ട് ഉണ്ട്. ഈ വോളിയം ഒതന്റിക് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിലല്ലേ കിട്ടുന്നത്? വോളിയം രണ്ടിലും യൂസ് ചെയ്യാം ബ്രോ, നോ ഇഷ്യൂസ്. CFD-യിലെ നമുക്ക് ഈ ബ്രോക്കർ ഓറിയന്റഡ് ആയിട്ട് അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവും. ഫ്യൂച്ചേഴ്സിന്റെ കേസല്ലേ ബ്രോ ചോദിച്ചേ? വോളിയം രണ്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രോ. വോളിയം എന്ന് ഉദ്ദേശിച്ചത് അതിൽ വേറെ കുറെ കോൺസെപ്റ്റുകളുണ്ട്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ ക്ലിയർ കട്ട് ആയിട്ടൊരു എഡ്ജ് കിട്ടുള്ളൂ. ഓക്കെ, ഫ്യൂച്ചേഴ്സ് ആണ് വളരെ കിടലുമാണ് ഫ്യൂച്ചേഴ്സ്. പക്ഷേ ആ ഒരു ഫ്യൂച്ചേഴ്സിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അതിൽ കുറെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ICT-ക്കകത്ത് ഒരുപാട് കൺസെപ്റ്റ്, ബ്രേക്കർ ബ്ലോക്ക്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മൾ അതെല്ലാം കവർ ചെയ്യുന്നുണ്ടോ അതോ സ്പെസിഫിക് ആയിട്ട്? ഉറപ്പായിട്ടും അതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ കവർ ചെയ്തിരിക്കും. അതല്ല, ഇപ്പൊ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അത് എന്തിന് ഞാൻ പഠിച്ചു എന്നുള്ളൊരു തോന്നിയിട്ട് കാര്യമില്ല. ആ പഠിത്തം എങ്ങനെ ചാർട്ടിൽ യൂസ് ചെയ്യാം, ചാർട്ടിലുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ. അതായത് ഓരോ കാര്യങ്ങളും എന്തിനു പഠിച്ചു, എവിടെ യൂസ് ചെയ്യണം, എന്താണ് ഇതുകൊണ്ടുള്ള മോട്ടീവ്. ഓക്കെ, ഇതുകൊണ്ട് ഇത് പഠിച്ചത് കൊണ്ട് എന്താണുള്ള നേട്ടം, ആ ഒരു കാര്യമാണ് നമ്മൾ അതിനങ്ങനെ ഓരോന്ന് ചെയിൻ ബൈ ചെയിൻ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കിടക്കും. ഈ അഡ്വാൻസ് SMC ICT ഒന്ന് തന്നെയാണോ അതോ വ്യത്യാസമാണ്? അഡ്വാൻസ് SMC എന്ന് പറയുന്നത് ICT ആണ്. അഡ്വാൻസ് SMT എന്ന് പറയുന്നത് ഇന്നർ സർക്കിൾ ട്രേഡർ പുള്ളി ഡെവലപ്പ് ചെയ്തൊരു സാധനമാണിത്. അതിനെയാണ് അഡ്വാൻസ് SMC ഇതെന്ന് പറയുന്നത്. ആ സാധനം തന്നെയാണ് അഡ്വാൻസ് SMC എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ICT ഓരോ അക്കാദമിയും പഠിപ്പിക്കുന്നത് ഓരോ കണക്കാണ്. ഓക്കെ, ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവോ? ഉറപ്പായിട്ടും അത് അതിന്റെ അൾട്ടിമേറ്റ് CRT. ഫൈൻ. ഓക്കെ, നമ്മൾ ലിക്വിഡിറ്റി ആണ്, അൾട്ടിമേറ്റ് ലിക്വിഡിറ്റി ആണ്. അത് വോളിയത്തിലെല്ലാം ലിക്വിഡിറ്റി വെച്ചുള്ള കളിയാണ് ഫുള്ള്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയുക, ഫീഡ്ബാക്സ് എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളത് ചെയ്യുക. കാരണം ഇനി നമ്മൾ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കില്ല. ഇനി CRT-ലോട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും ഞാൻ. പക്ഷേ ഞാൻ പറയാം, അല്ലാതെ SMC പരമായിട്ട് ഞാൻ സെഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ടിൽ വന്നിരിക്കില്ല. ഓക്കെ, CRT-ൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കേസാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്കിവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങൾ തന്ന വാക്ക് ഞങ്ങൾ പാലിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫീഡ്ബാക്ക് ആയിട്ട് ഒരു വേർഡിൽ ഒതുക്കാതെ എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ആ ഒരു കാര്യം മാത്രം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സാർ ഒറ്റ മിനിറ്റ് സാർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാ സാർ അടുത്ത് ചോദിക്കുക? നമ്മൾ ഗ്രൂപ്പിലുണ്ട്, ഓൾസോ എന്റെ നമ്പർ തന്നെ അതിനകത്തുണ്ട്. ഇല്ല, വാട്സാപ്പ് ഗ്രൂപ്പിലില്ല, ടെലിഗ്രാമിൽ മാത്രം.
ഏതിന്റെ ബ്രോ? ബ്രൗഷറാണോ? ഓക്കെ. വാട്സപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ബ്രോ, പബ്ലിക് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ബ്രൗസറിന്റെ സിലബസ് സാറ് ആ ഓക്കെ, ബ്രൗഷർ ഇപ്പോൾ അയച്ചുതരാം. ബ്രൗഷറിൻ്റെ കാര്യങ്ങളെല്ലാം അയച്ചുതരാം. പിന്നെ ഇതിലില്ലാത്ത കുറേ കോൺസെപ്റ്റ്സ്, നമ്മൾ എല്ലാ കോൺസെപ്റ്റ്സും ആഡ് ഓൺ ചെയ്തിട്ടില്ല. അതിലില്ലാത്ത കുറേ കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്തുണ്ട്. CRT വോൾട്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു. ഇനിയിപ്പോ കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. സാറേ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ആ പറഞ്ഞോ. നമുക്ക് ഈ ആ, ഇപ്പം നമ്മളെ ഈ കോഴ്സ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്ന് ചോദിക്കാം. CRT കമ്മ്യൂണിറ്റിയോ? കേട്ടില്ല. CRT കമ്മ്യൂണിറ്റിയാണോ ബ്രോ ഉദ്ദേശിച്ചത്? എൻ്റെ വോയിസ് കട്ടായതാണോ? അതെ നമ്മളിപ്പോ ആ ഇപ്പോഴത്തെ ഈ ഉറപ്പായിട്ടും ഒരു ഉറപ്പായിട്ടും അത് സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു ഗ്രൂപ്പില്ലേ അത് ആ നിലനിൽക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും 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 നിലനിൽക്കും. കേൾക്കാം. ആ ഓക്കെ, ഉറപ്പായിട്ടും ആ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതെ, നമ്മളെ ഓക്കെ കൂടുതൽ ഇപ്പൊ ലൈവ് ആണോ പ്രോപ്പ് ആയിരിക്കുമോ നല്ലത്? ബെറ്റർ കൂടുതലും ലൈവ് അല്ല അക്കൗണ്ട് ഇപ്പൊ ആയിരിക്കുമോ? കറന്റ് ലൈവ് അക്കൗണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രോപ്പിലോട്ട് ഇപ്പൊ മൂവ് ചെയ്യണം. കുറച്ചുകൂടെ ഒന്ന് ആ മതി. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അതെ 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 അപ്പൊ അന്നേരം അതിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈച്ച് ആൻഡ് എവരി വൺ. സാറേ ബ്രോയ്ക്ക് ഞാനൊരു അതിൽ ഡൗട്ട് എന്ത് വെച്ചോട്ടെ. കാര്യമാണ് ഞാൻ കണക്ട് ചെയ്യാം. പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ SL സെറ്റ് ചെയ്തു. ആ അത് കഴിഞ്ഞ് നമ്മൾ പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ SL നമുക്ക് ഇതിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റില്ലേ? എൻട്രി ഏതിലേക്ക്? പൊസിഷനിലേക്ക്. ഉറപ്പായിട്ടും വെക്കാം. അതായത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കുക എന്നുള്ള. ക്യാപിറ്റൽ സേഫ് ആക്കുക എന്നുള്ളതാണ് കാര്യം. പക്ഷേ അവിടെ ഒരു ബ്രേക്ക് ഈവൺ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എൻട്രി പോയിന്റിലേക്ക് വെക്കണമെങ്കിൽ വ്യക്തമായിട്ടൊരു ലോജിക്ക് ഉണ്ടാവണം. ആ ലോജിക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളത്. വെറുതെ കൊണ്ടുപോയി എൻട്രി ട്രിഗർ ആകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി ബ്രേക്ക് ഈവണിലേക്ക് വെക്കുന്നതല്ല ട്രേഡിങ്. ഓക്കെ, അവിടെ എന്തിന് വെക്കുന്നു, എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് വെക്കുന്നതെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ അതല്ലാതെ വെറുതെ കൊണ്ട് ബ്രേക്ക് ഈവൺ വെക്കുന്നത് ട്രേഡിംഗ് അല്ല, അത് മണ്ടത്തരമാണ്. ചിലപ്പോൾ നിങ്ങളെ വന്ന ബ്രേക്ക് ഈവൺ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ താഴേക്ക് മാർക്കറ്റ് പോവുക. അപ്പോൾ എന്ത് ചെയ്യുന്നതിനും വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അത് തുടക്കമേ ശീലിച്ചു പോവുക. ഓക്കെ, അതായത് നമ്മൾ അങ്ങനെയാണ്. മാർക്കറ്റിൽ ശരിക്കും ലിക്വിഡിറ്റി എടുത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയല്ല ബ്രോ, അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെല്ല് എടുക്കുന്നു. സെല്ല് എടുത്തതിന് ശേഷം മാർക്കറ്റ് വേറെ താഴെ വന്നുള്ള ലിക്വിഡിറ്റി ആയിക്കോട്ടെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കുകളിലേക്ക് സ്വിച്ച് ചെയ്യാം, നോ ഇഷ്യൂസ്. അതല്ലാതെ വെറുതെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ ബ്രേക്കുകളിലേക്ക് ആക്കുന്നതിൽ അതിൽ അർത്ഥമില്ല. അങ്ങനെ ഉദ്ദേശം ഞാൻ ചോദിച്ചതല്ല സാറേ. ഇപ്പൊ നമ്മളൊരു സെൽ ഓപ്പർച്യൂണിറ്റി ആണ് വെച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി ബ്രോ. ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളതല്ലേ കാര്യം എന്നല്ലേ ബ്രോ ചോദിച്ചേ? ഞാൻ ചോദിച്ചതല്ല. ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ നമ്മള് ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടുണ്ടാവും. ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്താണ് വരുന്നത്. ഉം, ഏഹ് ഉം, അപ്പൊ ഉം. നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി കിട്ടി, നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ മാർക്കറ്റ് പ്രോഫിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇത് വെച്ചുകൂടിയെന്നാണ് ചോദിക്കുന്നത്. അതെ അതിനെനിക്ക് മനസ്സിലായി. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്, വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കണം ബ്രേക്ക് ഈവണിലേക്ക് വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞോളൂ. ബ്രേക്ക് ഈവണിലേക്ക് വെക്കുക, SL വെക്കുന്നതിന് ഒരു റീസൺ ഇല്ലേ? ഈ ഒരു സിംഗയുടെ മുകളിൽ വേറെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ SL അവിടെ വെക്കണേ. അതേപോലെ ബ്രേക്ക് ഈവൺ വെക്കുന്നതിനും വ്യക്തമായിട്ട് റീസൺ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിച്ചത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു തോന്നണം. വൈൻഡ് അപ്പ് ചെയ്യാം. പ്രോഫിറ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ബ്രോ. അതിൽ വ്യക്തമായിട്ട് റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല ഒരിക്കലും ട്രേഡിങ്ങിൽ. അത് തുടക്കമേ ട്രെയിൻ ചെയ്ത് പോവാം. അതായത് സാറേ സാറിന് ഒരൊറ്റ ഡൗട്ട് കൂടി. ആ നമ്മുടെ ഒരു FCGയുടെ താഴെ എത്ര വലിയൊരു ക്യാൻഡിൽ ആണെങ്കിലും അതിന് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുമോ? ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ, ഇപ്പം എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം സാറേ നമുക്ക് ഒരു കാര്യം കൂടെ, ഇതിനകത്ത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീക്ക്ലി സെക്ഷൻസ് ഒക്കെ കാണുമോ? നമുക്ക് ലൈവ് മാർക്കറ്റ് സെക്ഷൻ ലൈവ് SMCയുടെ ആണോ പറഞ്ഞത് അതോ CRTയുടെ കേസാണോ പറഞ്ഞത്? രണ്ടും CRT ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീക്കിലി ലൈവ് സെഷൻസുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ പറയാ, നോർമലി നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് ആ ഒരു ലൈവ് സെക്ഷൻ ഒന്ന് അതാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സത്യം. ഓക്കെ CRTയിൽ അത് അൾട്ടിമേറ്റ് ആണ് ബ്രോ. CRTയിൽ നമ്മൾ 3-4 സെഷൻസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മിക്കപ്പോഴും സെറ്റ് ചെയ്യും. നമ്മളത് യൂട്യൂബിൽ തന്നെ ലൈവ് ഉള്ള പ്ലാനൊക്കെ ഉണ്ട്. ഓ ഫൈൻ. ഈ തിന്ന ഓഡിയൻസിന് എന്നും ഈ ലണ്ടൻ ന്യൂയോർക്ക് എന്നുള്ള രൂപത്തിൽ ലൈവ് എന്നുള്ള രൂപത്തിൽ പോകാൻ പ്ലാൻ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് CRTക്കകത്ത് നമുക്ക് റെക്കോർഡഡ് സെക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് ആ ബാച്ചിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ചാനൽ പ്രൈവറ്റ് ചാനലല്ല, പ്രൈവറ്റ് ആയിട്ടുള്ളവർക്ക് ഡ്രൈവിൽ കൊടുക്കുന്നതായിരിക്കും. ഓ ഫൈൻ. ഓക്കെ അല്ലേ?
അപ്പോൾ ഇന്ന കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് എല്ലാം ഒരു വൺ വേർഡിൽ ഒതുക്കാതെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം, നോ ഇഷ്യൂസ്. ഞാൻ ഒന്നും മനസ്സിലോട്ട് എടുക്കൂല. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചൂണ്ടിക്കാണിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ. എല്ലാവർക്കും താങ്ക് യു. സാറേ ഓക്കെ ഗോഡ് ബ്ലസ് യു. ഓക്കെ താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രി ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഞാൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ CRT താങ്ക് യു. ബാച്ചിൽ ഇതിൽ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.